ഓണത്തിന്റെ വരവറിയിച്ച് അത്തം പിറന്നിരിക്കുകയാണ്. അടുത്ത 10 ദിവസം ഇനി വീട്ടുമുറ്റങ്ങളിൽ പൂക്കളങ്ങളൊക്കെ നിറയും. ആഘോഷങ്ങളുടെ തുടക്കമാണിന്ന്. ഐതിഹ്യം അനുസരിച്ച് മഹാബലിയെ വരവേൽക്കാനാണ് നമ്മൾ പൂക്കളം ഒരുക്കുന്നത് അല്ലേ? ഓണമായതോടെ മലയാളികൾക്ക് ഇനി ഉത്സവ നാളുകളാണ്. ഓണം ആഘോഷമാക്കാനുള്ള ഒരുക്കത്തിലാണ് നാടും നഗരവും എല്ലാം. പൂവിപണിയും വസ്ത്രവിപണിയും ഒക്കെ സജീവമാണ്. അപ്പോൾ ഓണാഘോഷത്തിൻ്റെ തിരക്കുകളിലേക്ക് നമ്മൾ കടക്കുമ്പോൾ സംസ്ഥാനത്തെ ഓണാഘോഷ പരിപാടികളുടെ ഔദ്യോഗിക തുടക്കം എന്ന് പറയുന്നത് തൃപ്പൂണിത്തുറയിലെ അത്തച്ചമയമാണല്ലേ. വർണ്ണാഭമായ കാഴ്ചയൊരുക്കുന്ന അത്തച്ചമയ ഘോഷയാത്രയാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. രാവിലെ 10 മണിയോടുകൂടിയായിരിക്കും സ്വാഭാവികമായും എല്ലാ തവണത്തെയും പോലെ ഇത്തവണയും ഉദ്ഘാടനമൊക്കെ ഉണ്ടാവുക. അപ്പോൾ എങ്ങനെയാണ് അവിടുത്തെ ഒരുക്കങ്ങൾ, ആഘോഷങ്ങൾ ഏത് തരത്തിലാണ്, എന്തൊക്കെ പുതിയ കാഴ്ചകൾ അവിടെ ഒരുക്കിയിട്ടുണ്ട് എന്നൊക്കെ നമുക്ക് അറിയണ്ടേ. ആദ്യം നമുക്ക് തൃപ്പൂണിത്തുറയിലേക്ക് തന്നെ പോകാം. ഓണത്തിന്റെ വരവറിയിച്ച് തൃപ്പൂണിത്തുറയിൽ ഇന്ന് അത്തച്ചമയമാണ്. ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായതായാണ് വിവരം. ഉദ്ഘാടനം രാവിലെ 9 മണിക്കാണ് നടക്കുന്നത്. നടൻ ജയറാം ഘോഷയാത്ര ഫ്ലാഗ് ഓഫ് ചെയ്യും. വർണ്ണശബളമായ ആഘോഷങ്ങളാകും ഇന്ന് നമുക്ക് കാണാൻ സാധിക്കുക. നവമി ദിനേശും ആജ്ഞ രവീന്ദ്രനുമാണ് ഇന്ന് അത്തച്ചമയ കാഴ്ചകളുമായി നമുക്കൊപ്പം ചേരുക തൃപ്പൂണിത്തുറയിൽ നിന്ന്. നമുക്ക് ആദ്യം നവമിയിലേക്ക് പോകാം. നവമി, ഗുഡ് മോർണിംഗ്. അത്തം ദിന ആശംസകൾ. ആജ്ഞയും നമുക്കൊപ്പം ഉണ്ട്. ആജ്ഞ, അത്തം ദിന ആശംസകൾ. ആര്യ, വെരി ഗുഡ് മോർണിംഗ്. അപ്പോ എങ്ങനെയായി അവിടെ ഒരുക്കങ്ങളൊക്കെ? വളരെ മനോഹരമായ കാഴ്ചകൾ കാണാൻ മലയാളികൾ ഇങ്ങനെ കണ്ണും നട്ടിരിക്കുകയാണ് തൃപ്പൂണിത്തുറയിലേക്ക്. നമ്മുടെ സംസ്ഥാനത്തെ ആഘോഷങ്ങളുടെ ഒരു ഔദ്യോഗിക തുടക്കം തന്നെയാണ്. ഐതിഹ്യം പേർന്ന വളരെ ചരിത്രപരമായ ഒരു കഥ കൂടി പറയാനുണ്ടെങ്കിൽ പോലും ഇപ്പോൾ ഇക്കാലങ്ങളിലൊക്കെയും നമ്മുടെ സംസ്ഥാന ആഘോഷങ്ങളുടെ ഔദ്യോഗികമായ ഒരു തുടക്കമായിട്ട് തന്നെയാണ് തൃപ്പൂണിത്തുറ ചമയം ആഘോഷത്തെ, ഘോഷയാത്രയൊക്കെ കാണുന്നത്. എങ്ങനെയായി അവിടുത്തെ ഒരുക്കങ്ങളൊക്കെ നവമി? ആര്യ, ഓണം എന്ന് പറയുമ്പോഴൊക്കെ നമ്മുടെ മനസ്സിൽ ഒരുപാട് ഓർമ്മകളാണ്. പ്രത്യേകിച്ച് ഒരു കളർഫുൾ ഓർമ്മകളാണ് അല്ലേ. ഓണം എന്ന് പറയുമ്പോൾ അത്തപ്പൂക്കളം ഇടുക, സദ്യ, നമ്മുടെ പുതിയ ഓണക്കോടി മേടിക്കുക, വീട്ടുകാരെല്ലാവരും ഒന്നിച്ച് കൂടുക, കുടുംബവാടും കസിൻസും, അങ്ങനെ ഓണം എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും നല്ല മനോഹരമായിട്ടുള്ള ഓർമ്മകളാണ്. അതോടൊപ്പം തന്നെയാണ് ഈ അത്തച്ചമയം എന്ന് പറയുമ്പോഴും പ്രത്യേകിച്ച് എറണാകുളംകാർക്ക്, തൃപ്പൂണിത്തുറക്കാർക്കൊക്കെ വലിയ ആഘോഷത്തിൻ്റെ ഒരു തുടക്കം തന്നെയാണ് ഇന്നത്തെ ദിവസം. ഇവിടെ അത്തച്ചമയ ആഘോഷത്തിൻ്റെ എല്ലാ ഒരുക്കങ്ങളുമൊക്കെ അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇത്തവണയും അതിഗംഭീരമായിട്ടാണ് അത്തച്ചമയം തൃക്കാക്കര നഗരസഭയുടെ നേതൃത്വത്തിൽ ഒരുക്കിയിരിക്കുന്നത്. നമുക്കത് ചുറ്റും കാണാം. ഇവിടെ പുലികളിക്കുള്ള ആളുകളൊക്കെ റെഡിയായി. എല്ലാ വർഷവും പുലിക്കളിക്കുള്ള ആൾക്കാർ ഇവിടെ എത്താറുണ്ട്. ഇത്തവണയും മുടങ്ങാതെ അവരെത്തി. ഒപ്പം വെറൈറ്റി ആയിട്ടുള്ള, നല്ല കളർഫുൾ ആയിട്ടുള്ള ഒരുപാട് കാവടി ഉൾപ്പെടെ നിശ്ചല ഫ്ലോട്ടുകൾ, അങ്ങനെ ചെണ്ടമേളം, അങ്ങനെ എല്ലാ കലാരൂപങ്ങളും ഒക്കെ ചേർത്ത് അണിനിരത്തിക്കൊണ്ടുള്ള വലിയ ഒരു ആഘോഷം തന്നെയാണ് ഇത്തവണയും ഈ അത്തച്ചമയ ആഘോഷത്തോടനുബന്ധിച്ച് തയ്യാറാക്കിയിരിക്കുന്നത്. രാവിലെ 9 മണിക്കായിരിക്കും ഇതിൻ്റെ ഔദ്യോഗിക ഉദ്ഘാടനം. MP രാജേഷ് ആയിരിക്കും, മന്ത്രി MP രാജേഷാണ് ഔദ്യോഗിക ഉദ്ഘാടനം നടത്തുന്നത്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഫ്ലാഗ് ഓഫ് ചെയ്യുന്നത്, ഈ ഘോഷയാത്രയുടെ ഫ്ലാഗ് ഓഫ് ചെയ്യുന്നത് നടൻ ജയറാമുമായിരിക്കും. അങ്ങനെ വലിയ ആഘോഷങ്ങൾക്കുള്ളൊരു തുടക്കമാണ്. ഇനി 10 ദിവസം മലയാളികൾ ഓണത്തിലേക്ക് കടക്കാൻ, ആ തിരുവോണം ഉണ്ണാൻ വേണ്ടിയിട്ടുള്ള ഓട്ടമായിരിക്കും. സാധനങ്ങൾ മേടിക്കുക, അത്തപ്പൂക്കളം ഒരുക്കുക, അങ്ങനെ വലിയ ആഘോഷത്തിൻ്റെ ഒരു 10 നീണ്ട ദിവസമായിരിക്കും ഇനി നമ്മുടെ മുന്നിലുള്ളത്. ഇവിടെ പുലികളിക്കുള്ള ആളെ ഒരുക്കുകയാണ്. തൃശ്ശൂരിൽ നിന്നാണോ? എല്ലാ വർഷവും വരാറുണ്ടോ? ഇല്ല, ഇവിടെ ആദ്യമായിട്ടാ പുലികളിക്ക് പോകാറുണ്ട്. ആദ്യമായിട്ടാണ്. അത്തച്ചമയം ടിവിയിൽ കൂടിയൊക്കെ കണ്ടിട്ടുണ്ട്. അതിൻ്റെ ആയിട്ടുള്ള ഒരു സന്തോഷം, എക്സൈറ്റ്മെന്റ് ഉണ്ട്. ഇന്നലെ എപ്പോ എത്തി? ഇന്നലെ പുലർച്ചെ എത്തി. അപ്പൊ ഇവിടെ ഒക്കെ കറങ്ങി കാണാൻ പറ്റില്ല. വന്നത് വരയ്ക്കാൻ നിൽക്കാണ്. കാണാനുള്ള സമയം കിട്ടിയില്ല. പേരെന്തായിരുന്നു? പേര് വിഷ്ണു. നിങ്ങൾ എത്ര പേരായിട്ടാ വന്നത്? ഞങ്ങൾ 20 പേര്. ഏതാ സംഘത്തിന്റെ? വിയൂര് യുവജന സംഘം. നിങ്ങൾ തന്നെയാണ് തൃശ്ശൂരും? തൃശ്ശൂരും. എത്ര വർഷമായി ഇപ്പൊ പുലികളി? ഒരു 2 വർഷം. 2 വർഷമായിട്ട്. കഴിഞ്ഞ വർഷം തൃശ്ശൂര്. അങ്ങനെ 2 വർഷമായിട്ട് പുലികളി കെട്ടുന്ന ആളാണ്. ഇങ്ങനെ പുലിയുടെ പെയിന്റിംഗ് ഒക്കെ നടക്കുകയാണ്. ചേട്ടാ, എത്ര വർഷമായി ഇവിടേക്ക്? ഞാൻ ഇവിടെ 5 വർഷമായി. 29 വർഷമായിട്ട് പുലിക്കളി രംഗത്തുണ്ട്. ഇന്ത്യയിലെ ഡൽഹിയും പഞ്ചാബ് ഒഴികെ എല്ലാ സ്റ്റേറ്റിലും പുലിക്കളിയായിട്ട് പോയിട്ടുണ്ട്. ഏകദേശം 500ഓളം വർഷങ്ങൾ ചെയ്ത് കഴിഞ്ഞു. ഇവിടെ എങ്ങനെയുണ്ട് അത്തച്ചമയം എന്ന് പറയുമ്പോൾ? ഞാനിപ്പോൾ ഞങ്ങളുടെ പുലിക്കളിയുടെ സ്റ്റാർട്ടിങ് അത്തച്ചമയത്തിലാണ്. അത്തച്ചമയം തുടങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങൾ ഇനി 15 ദിവസവും
ഇനി പുലിക്കളിയിൽ തന്നെയാണ്. തിരുവോണത്തുനിന്ന് വരെ കളി ഞങ്ങൾക്കുണ്ട്. ഈ തവണത്തെ പുതുമ എന്ന് പറഞ്ഞാൽ അത്തച്ചമയത്തിന് ആദ്യമായിട്ടാണ് പുലി പാതുകം കൊണ്ടുവന്നിട്ടുള്ളത്. ഞങ്ങൾ കഴിഞ്ഞ തവണ തൃശ്ശൂർ പുലിക്കളിക്ക് ഫസ്റ്റ് കിട്ടിയ ടീമാണ് വിയൂർ യുവജന സംഘം. ഞങ്ങളവിടെ പുലിപ്പാതുകവും ഗ്ലൗസും ഒക്കെ ഉണ്ടായിരുന്നു. ഈ തവണ ഇവിടെ പുലിപ്പാതുകം ഞങ്ങൾ ഇറക്കിയിട്ടുണ്ട്. ഇത് ക്രോക്സിലാണല്ലേ ചെയ്തിരിക്കുന്നത്? എടാ, പുലി ക്രോക്സ് ഇട്ട് വരുന്ന പുലികളെ നമുക്ക് ഇവിടെ ഇത്തവണത്തെ അത്തച്ചമയത്തിന്റെ പ്രത്യേകതയാണ്. ഇവിടെ ക്രോക്സ് ഒക്കെ നിരത്തി വെച്ചിട്ടുണ്ട്. അതിലെല്ലാം പല ഡിസൈൻ ഉണ്ട് കേട്ടോ. ആര്യ, നമുക്ക് കാണാൻ തന്നെ എന്ത് രസമല്ല ഈ പുലിയുടെ ഡിസൈനൊക്കെ ആയിട്ട്. നിങ്ങൾ എത്ര പേരെ? 20 പേര്. 20 പേരടങ്ങുന്ന സംഘമാണ്. നിങ്ങൾ തന്നെയാണ് തൃശ്ശൂരും? തൃശ്ശൂർ ഞങ്ങൾ വിയൂർ യുവജന സംഘം തന്നെ. ഒപ്പം തന്നെ ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളികൾക്കും വിയൂർ യുവജന സംഘം പുലിക്കളി ടീമിന്റെ ഓണാശംസകൾ. ചേട്ടാ, എത്ര നാളായി? 3 വർഷം. 3 വർഷം. ഇതെങ്ങനെയാണ് ഇത് വയറ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? നല്ല ഫുഡ് കഴിച്ചിട്ട് തന്നെയാണ്? ഫുഡ് സാധാരണ കഴിക്കുന്നത് കുഴപ്പമില്ല, പ്രത്യേകിച്ച് അതിന്റെ ഭാഗമായിട്ട് ചെയ്യുന്നത്. ഇവിടെ ആദ്യമായിട്ടാണോ? ഇവിടെ ആദ്യമായിട്ടാണ് വരുന്നത്. എങ്ങനെയുണ്ട് ഇവിടെ വന്നപ്പോ കുഴപ്പമില്ല, ആൾക്കാർക്ക് സന്തോഷമുണ്ട്. പിന്നെ ഇത് കഴിഞ്ഞിട്ട് മൊത്തത്തിലൊന്ന് പരിപാടി മൊത്തത്തിൽ കാണാനും കാവടികൾ കണ്ടു. ബാക്കി നല്ലൊരു ആഘോഷമായിട്ടുള്ള പരിപാടിയാണ്. നമുക്ക് സന്തോഷമുണ്ട് അതിൽ. നമ്മൾ പുലിക്കളിയുടെ ഭാഗമായിട്ട് വന്നിരുന്നു. അപ്പോൾ അവസാന മേക്കപ്പിന്റെ അവസാന വട്ട ഫിഗറിങ് ഉണ്ട്. അപ്പോൾ അതിന് നമുക്കൊരു കോട്ടിങ് കഴിഞ്ഞിട്ട് പോകും. പ്രത്യേക പുലി എന്തെങ്കിലും ഉണ്ടോ? അത് എല്ലാവർക്കും ഈ ഒരു ഡിസൈൻ തന്നെയാണ്? അല്ലല്ല, വരയൻ പുലികളുണ്ട്, പിന്നെ പുള്ളിപ്പുലി, പിന്നെ കളേഴ്സ് വ്യത്യാസമുണ്ട്. പച്ചപ്പുലി, വെള്ളപ്പുലി, കരിമ്പുലി, അങ്ങനെ വ്യത്യസ്തമായിട്ടുണ്ട്. നിങ്ങൾ ഒരു സംഘം മാത്രമേ വന്നിട്ടുള്ളൂ അതോ തൃശ്ശൂരിൽ നിന്ന് വേറെ ആൾക്കാർ വന്നു? തൃശ്ശൂരിൽ നിന്ന് ഞങ്ങളൊരു മൊത്തമായിട്ട് ഒരു സംഘം വന്നിട്ടുള്ളൂ. 20 പേരടങ്ങുന്ന 20 പേരടങ്ങുന്ന സംഘം. അങ്ങനെ പലതരം പുലികളുണ്ട്. പല വേഷങ്ങളൊക്കെ അവരെന്തായാലും തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ വേറൊരു അടിപൊളി പുലിയെ കാണാം, അതും ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എത്ര വർഷമായി? 20 വർഷമായി. 20 വർഷമായി. ഇവിടെ എത്രാമത്തെ വർഷം? ഇവിടെ ഇപ്പോൾ 3-ാമത്തെ വർഷം. എങ്ങനെയാണ് ഈ അത്തച്ചമയ പുലിക്കളി എന്ന് പറയുമ്പോൾ? സുധിയേട്ടൻ തൃശ്ശൂർ പുലിക്കളിക്ക് ലോറിയിൽ നിൽക്കുന്ന 2 പുലികളാണ് ഇദ്ദേഹം. 2 പുലി. കഴിഞ്ഞ പ്രാവശ്യം 2024 തൃശ്ശൂർ പുലിക്കളിക്ക് 1ാം സ്ഥാനം ലഭിച്ച ടീമാണ് നമ്മൾ കഴിഞ്ഞ പുലിക്കളിക്കാണ് ആദ്യമായിട്ട് പുലിപ്പാതുകം, അതുപോലെ പുലിയുടെ ഗ്ലൗസ് നഗുള്ളത്. അതുപോലെ തന്നെ ഈ വർഷം ഞങ്ങൾ ഈ സീസൺ ആരംഭിക്കുന്നത് അത്തച്ചമയ പരിപാടിയാണ്. അവിടെ ആദ്യമായിട്ടാണ് ഞങ്ങൾ ഈ പുതിയ മുഖം പുതിയ പാതുകം, അങ്ങനെ ഞങ്ങൾ ഈ പ്രാവശ്യം ഈ അത്തച്ചമയത്തിൽ നിന്ന് തുടങ്ങണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പുതിയൊരു സെറ്റപ്പ് ചെയ്തിട്ടുള്ളത്. പുലി വരയിലും പുലി മുഖങ്ങളിലും ഒക്കെയും വ്യത്യസ്തമായി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളത് ഓരോ വർഷം മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഓരോ വർഷവും മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ തരത്തിലുള്ള പുലികൾ, അത് അടിക്കുന്ന കളറിലായിക്കോട്ടെ. ഒപ്പം തന്നെ ഈ പാതുകവും നഖവും ഗ്ലൗസ് അതും കൊണ്ടുവന്നത് വലിയ ഒരു പ്രത്യേകതയായി തന്നെ തോന്നുന്നുണ്ട്. നമ്മൾ അധികം ഈ പാതുകം ഇട്ടുകൊണ്ട് നടക്കുന്ന പുലിനെ നമ്മൾ കണ്ടിട്ടില്ല. അതും വളരെ രസകരമായിട്ട് തോന്നുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ആര്യ. ഇവിടെ ഓരോരുത്തരായിട്ട് എത്തിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. നമുക്ക് വരും മണിക്കൂറിലൊക്കെ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ കാണാം. അതേ നമ്മുടെ ഡാഗിനി അമ്മൂമ്മ ഇവിടെ നിൽപ്പുണ്ട്. ഇത് നമ്മുടെ നമ്മൾ പണ്ട് വായിച്ച മായാവിയൊക്കെ ഓർമ്മ വരുന്നു. മായാവിയുടെ കഥകളൊക്കെ ഡാഗിനി അമ്മൂമ്മ അപ്പൂപ്പനും ഒക്കെ ഉണ്ട്. മാത്രമല്ല ഇതേ കുട്ടിച്ചാത്തനും മായാവി ഉണ്ട്. നമുക്ക് അവരോടും ചോദിക്കാം. കുട്ടിച്ചാത്തനും മായാവിയൊക്കെ കണ്ട എന്താ രസമല്ല ഇതൊക്കെ കാണാം. ഇത് തന്നെയാണ് ആര്യ ഈ അത്തച്ചമയത്തിൻ്റെ പ്രത്യേകത. നമ്മൾ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള അയ്യോ കുത്തല്ലേ, എന്താ പേര്? പ്രസവ്. ഇത് കൊള്ളാലോ. ഇത് ആദ്യമായിട്ടാണോ ഇങ്ങനെ വേഷത്തില്? ഇല്ല, ഇതിനു മുമ്പ് ഒരിക്കൽ പോയിട്ടുണ്ട്. ഇതിനു മുമ്പ് ഉണ്ട്. മുഖം കാണിക്കാൻ പറ്റുമോ? നമ്മുടെ ലുട്ടാപ്പിയുടെ മുഖം. ഇതാണ് ലുട്ടാപ്പി. എവിടെ മുമ്പ് എവിടെ ചെയ്തിട്ടുണ്ട് ഇത്? തമിഴ്നാട്ടിലായിരുന്നു. തമിഴ്നാട്ടിൽ നിന്നാണ്? തമിഴ്നാട്ടിൽ നിന്നാണോ വരുന്നത്? അല്ല, എവിടെ വീട് എവിടെയാ? വെള്ളറട. തമിഴ്നാട്ടിലും ഇത് ചെയ്തിട്ടുണ്ട്. ഇവിടെ ആദ്യമായിട്ടാണ് അത്തച്ചമയത്തിൽ വരുന്നത്. എങ്ങനെയുണ്ട് ഇവിടെ കണ്ടിട്ട്? വൈബൊക്കെ എങ്ങനെയുണ്ട്? സൂപ്പറാണ്. ഹായ് മായാവി. എന്താ മായാവിയുടെ പേര്? വിജിത്ത്. ഇത് എത്രാമത്തെ പ്രാവശ്യം ഇങ്ങനെ പ്രോഗ്രാംസ് ചെയ്യുന്നുണ്ട്? ഉത്സവങ്ങളിലൊക്കെ ഉണ്ടാവും അല്ലേ?
എങ്ങനെയുണ്ട് ഇവിടത്തെ വന്നിട്ട് വൈബാണ്. വൈബായി വരുന്നതേ ഉള്ളൂ അല്ലേ? വെയിറ്റ് ഇല്ലേ ഇതിങ്ങനെ കെട്ടി വെച്ചോണ്ട് നിൽക്കാൻ? വലിയ വെയിറ്റ് വരത്തില്ല, ചെറിയൊരു ഹീറ്റ് ആവുന്നു. ചെറിയ ഹീറ്റ് ഉണ്ട് അല്ലേ? പക്ഷെ നല്ല ഭംഗിയുണ്ട് കേട്ടോ, നല്ല രസമുണ്ട്. ബാക്കിയുള്ളവര് അതിലെ ആൾക്കാർ കയറോ? അതിൽ ആൾക്കാർ കയറും, കളിക്കും, ജസ്റ്റ് കളിക്കുകയൊക്കെ ചെയ്യാം. രാജുവും രാധയും ഇല്ല? രാജുരാധയില്ല. ഇല്ല. ഏതായാലും ലുട്ടാപ്പി, മായാവി, ഡാഗിനി, അമ്മൂമ്മ, അപ്പൂപ്പനും ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രം കാത്തിരുന്നാൽ മതി. മണിക്കൂറൊന്നും പറയാനുമില്ല, അത്ര വളരെ ചുരുങ്ങിയ സമയം മതി. നമുക്ക് ഇതെല്ലാം നിരനിരയായി നമ്മുടെ തൃപ്പൂണിത്തറയുടെ നഗരിയിലേക്ക്, രാജനഗരിയിലേക്ക് ഇങ്ങനെ പോകുന്ന ചെണ്ടമേളങ്ങളും വാദ്യ ആഘോഷങ്ങളുടെ ഒക്കെ ഭാഗമായിട്ട് വലിയ ഒരു ഘോഷയാത്രയായിട്ട് തന്നെ പോകും. 9 മണിക്കായിരിക്കും ഇതെല്ലാം ഇവിടെ നിന്ന് ഇറങ്ങുന്നത്. ഈ തൃപ്പൂണിത്തറയുടെ ഒരു റൗണ്ട് ചുറ്റി തിരിച്ചിവിടെ കയറുമ്പോൾ ഏകദേശം 9 വൈകുന്നേരം ഒരു 4-5 മണിയെങ്കിലും. പക്ഷേ അത്രയും ആളുകൾ, ആയിരക്കണക്കിന് ആളുകളാണ് ഇവിടേക്ക് ഒഴുകിയെത്തി ഇത് കാണുന്നതിന് വേണ്ടിയിട്ട് നിൽക്കുന്നത്. ഈ തെയ്യത്തിനുള്ള ഒരുക്കങ്ങളും ഒക്കെ ഇവിടെ ആയിട്ടുണ്ട്. ആര്യ, നമ്മൾ ഇവിടെ കുറച്ച് ആൾക്കാരൊക്കെ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. കാവടിയുടെ ആളുകളും ഒക്കെ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. 9 മണിയോടുകൂടി തുടങ്ങുന്നത് കൊണ്ട് തന്നെ അവർ കുറച്ച് വൈകുന്നേരം വരെ നിൽക്കാനുള്ളത് കൊണ്ട് അവർ പതിയെ ആയിരിക്കും ബാക്കി ഒരുക്കങ്ങളൊക്കെ നടത്തുന്നതും. ഇതിൽ കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. ഈ അത്തച്ചമയ ഘോഷയാത്ര നമ്മുടെ നഗരവീതിയിലൂടെ ഇങ്ങനെ പോകുമ്പോൾ വലിയ പോലീസിൻ്റെ സുരക്ഷയും ഒരുക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു വലിയ തിരക്കൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത, കുട്ടികളും വൃദ്ധരും ഒക്കെ നിരവധി പേരെത്തുന്നത് കൊണ്ട് വലിയ പോലീസിൻ്റെ സുരക്ഷയും ഒരുക്കിയിട്ടുണ്ട്. ബാരിക്കേഡുകളുണ്ട് 2 വശവും. ഇത് കടന്നു പോകുന്ന വഴിയുടെ 2 വശവും ബാരിക്കേഡുണ്ട്. ബാരിക്കേഡ് മറികടന്ന് വരാതിരിക്കാൻ വേണ്ടി പോലീസിൻ്റെതായിട്ടുള്ള ഒരു സുരക്ഷയും ഒരുക്കിയിട്ടുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥരും ഒക്കെ രാവിലെ മുതൽ തന്നെ ഇവിടെ സജ്ജമായിട്ടുണ്ട്. കുറച്ച് സമയം കൂടി കഴിയുമ്പോൾ ഈ അത്തം നഗർ അത് ആളുകളെ കൊണ്ട് നിറയും. വലിയ ആഘോഷങ്ങളാണ്, സന്തോഷങ്ങളാണ്, പാട്ടും മേളവുമായിട്ടുള്ള ഒരു ഈ ഓണം മൂഡ് എന്ന് പറയുന്ന ഒരു സംഭവത്തിലേക്ക് അങ്ങ് അത്തച്ചമയം അങ്ങ് കടക്കും. അങ്ങനെ വലിയൊരു ആഘോഷത്തിൻ്റെ നമ്മുടെ വലിയ ഒരു ഓണ ആഘോഷത്തിൻ്റെ സന്തോഷത്തിൻ്റെയുള്ള ദിവസങ്ങളുടെ ഒരു തുടക്കമായി തന്നെ നമുക്ക് ഈ ഒരു ദിവസത്തെ, ഈ ഒരു നിമിഷത്തെ കണക്കാക്കാൻ കഴിയും. പറഞ്ഞതുപോലെ തന്നെ നമ്മൾ പൂർണ്ണമായും ഓണം വൈബിലേക്ക് ഇങ്ങനെ കടക്കുന്നത് അത്തച്ചമയം കണ്ടുകൊണ്ടാണ്. തൃപ്പൂണിത്തുറയിലെ വർണ്ണശബളമായ ഘോഷയാത്രയും ആഘോഷങ്ങളും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എത്ര തവണ കണ്ടാലും നമുക്ക് മനം മടുക്കില്ല എന്നുള്ളതാണ്. നോക്കൂ, എത്രത്തോളം വർണ്ണാഭമായ ആഘോഷമാണ് തൃപ്പൂണിത്തുറയിൽ നടക്കുന്നത് എന്നുള്ളത്. നവമി സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരുപാട് ആളുകൾ ഇത് കാണാൻ വേണ്ടി അവിടേക്ക് ഇന്നത്തെ ദിവസം ഒഴുകിയെത്തും. അവിടേക്ക് നേരിട്ടെത്താൻ കഴിയാത്ത ആളുകളെല്ലാം നമ്മുടെ TV സ്ക്രീനുകളിലൂടെയാണ് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണുന്നത്. ഇപ്പോൾ നവമി നമുക്ക് കാണിച്ചു തന്നതുപോലെ തന്നെ തെയ്യവും തിറയും ഒക്കെ തുടങ്ങി കേരളത്തിൻ്റെ പരമ്പരാഗതമായിട്ടുള്ള സാംസ്കാരിക തനിമ വിളിച്ചോതുന്ന കലാരൂപങ്ങൾ തുടങ്ങി കുട്ടികളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഡാഗിനി അമ്മൂമ്മയും കുട്ടൂസനും മായാവിയും ഒക്കെ ലുട്ടാപ്പിയും ഒക്കെ ഉണ്ട്. ക്രോക്സ് ഇട്ട ന്യൂജൻ പുലികളുണ്ട്. അങ്ങനെ ഓരോ തവണയും എത്രത്തോളം വ്യത്യസ്തമാക്കാൻ കഴിയുമോ അത്രത്തോളം വ്യത്യസ്തമാക്കും അവിടുത്തെ കലാകാരന്മാരും ഈ പരിപാടികളുടെ സംഘാടകരും എല്ലാം. അവിടുത്തെ ആഘോഷം, ആ ഘോഷയാത്ര തുടങ്ങാനുള്ള കാത്തിരിപ്പിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. എന്തായാലും ഒരു 10 മണിയാകുമ്പോഴേക്കും ഈ ഘോഷയാത്ര ആരംഭിക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ആജ്ഞ കൂടിയുണ്ട് നമുക്കൊപ്പം. അവിടെ നിന്ന് നമുക്ക് ആജ്ഞയിലേക്കൊന്ന് പോകാം. ആജ്ഞ, 9 മണിക്കാണ് ഈ ഉദ്ഘാടനം നടക്കുന്നത്. മന്ത്രി MB രാജേഷാണ് ഉദ്ഘാടനം നിർവഹിക്കുന്നത്. നടൻ ജയറാമാണ് ഫ്ലാഗ് ഓഫ് നിർവഹിക്കുന്നത്. നേരത്തെ ഈ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് ആളുകൾ ഇന്നത്തെ ദിവസം അവിടേക്ക് ഒഴുകിയെത്തുന്ന ഒരു കാഴ്ച കൂടി നമുക്ക് കാണാൻ സാധിക്കും. മാത്രമല്ല, ഈ സാധാരണ ഈ തിരുവോണം നാൾ നമ്മൾ എങ്ങനെയാണോ ആഘോഷിക്കുന്നത്, തൃപ്പൂണിത്തുറക്കാരെ സംബന്ധിച്ച് ഈ അത്തം ദിനം അത്രത്തോളം പ്രധാനപ്പെട്ടൊരു ദിവസമാണ്. അപ്പോൾ ഈ തൃപ്പൂണിത്തുറ വിട്ട് അല്ലെങ്കിൽ ജില്ല വിട്ടൊക്കെ പുറത്തു പോയി നിൽക്കുന്ന ആളുകൾ, താമസിക്കുകയും പഠിക്കുകയും ജോലി ചെയ്യുകയൊക്കെ ചെയ്യുന്ന ആളുകളൊക്കെ ഇന്നത്തെ ദിവസം അവിടേക്ക് എത്തും. അപ്പോൾ ഭയങ്കര തിരക്കുള്ളൊരു ദിവസം കൂടിയായിരിക്കും. അതിൻ്റെ ഭാഗമായിട്ടുള്ള ഗതാഗത നിയന്ത്രണം നഗരത്തിലുണ്ട്. മറ്റ് പോലീസ് സന്നാഹങ്ങളുടെ ഒക്കെ വലിയ നിയന്ത്രണങ്ങളും എല്ലാവർക്കും ഈ ആഘോഷങ്ങളുടെ ഭാഗമാകാനും കാണുവാനും വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളും ഒക്കെ ഒരുക്കിയിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഒരു വിശദാംശങ്ങൾ എങ്ങനെയാണ് അജ്ഞ? ആര്യ, മലയാളിക്ക് ആകെ ഓണം ഇന്ന് തുടങ്ങുകയാണ്. തൃപ്പൂണിത്തുറ അത്തച്ചമയത്തോടു കൂടിയാണ് ഓണം ഔദ്യോഗികമായി തുടങ്ങുന്നതെന്ന് മാത്രമേ ഉള്ളൂ. നമുക്കറിയാം, നമ്മുടെയൊക്കെ വീട്ടിലൊക്കെ ഇപ്പോൾ 1 കളം 2 കളം എന്നൊക്കെ, ഒരു അത്തത്തിന്റെ അന്ന് 1 കളം 2 റൗണ്ട് അങ്ങനെ പൂക്കളം ഇട്ട് തുടങ്ങിയിട്ടുണ്ടാവും. ഓരോ നാട്ടിലും
എന്തായാലും വ്യത്യസ്ത രീതികളിലാണെങ്കിൽ പോലും ഓരോ നാട്ടിലും അത്തം പ്രധാനമാണ്. ഓണം തുടങ്ങിക്കഴിഞ്ഞു. ഇനി ഓണത്തിന് ഇന്ന് മുതൽ കൗണ്ട് ഡൗൺ തുടങ്ങുകയാണ്. അപ്പോ അങ്ങനെ സാഹചര്യത്തിലേക്ക് പോകുമ്പോൾ എന്തായാലും അത്തച്ചമയത്തിന്റെ ഇനാഗുറേഷൻ 9 മണിക്കാണ്. മന്ത്രി MP രാജേഷാണ് ഉദ്ഘാടനം നിർവഹിക്കുക. അതുപോലെ അത്തപ്പതാക ഉയർത്തുന്നത് മന്ത്രി P രാജീവുമാണ്. ഘോഷയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്യുന്നത് നടൻ ജയറാമുമാണ്. മറ്റ് പ്രമുഖരൊക്കെ വേദിയിലുണ്ടാകും. ഇവിടെ ആര്യ സൂചിപ്പിച്ചതുപോലെ വലിയ ഗതാഗത നിയന്ത്രണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയാണ്. അതുപോലെ 450ഓളം പോലീസുകാരാണ് ഇതിനായി സുരക്ഷാ ചുമതലയിലുള്ളത്. ഈ വേദി നമുക്ക് ഇപ്പോൾ കാണാം. ഈ വേദിയിലെ ഒരുക്കങ്ങളൊക്കെ തകൃതിയായി നടക്കുന്നുണ്ട്. 9 മണിയോട് കൂടിയാണ് ഇനാഗുറേഷൻ നടക്കുന്നത്. എന്തായാലും ആര് സൂചിപ്പിച്ചതുപോലെ തന്നെ ഓണം തുടങ്ങിക്കഴിഞ്ഞു. അതിന്റെ ഒരു വൈബാണ് നമുക്കിപ്പോൾ ഇവിടെ കാണുന്നത്. നാം ഇപ്പോ പുലിക്കളിയുടെയും അല്ലെങ്കിൽ മറ്റ് ഫ്ലോട്ടുകളൊക്കെ തയ്യാറാകുന്നിടത്തു നിന്നും നവമി ഇപ്പോൾ വളരെ കളർഫുൾ ആയ ഒരു അന്തരീക്ഷത്തിൽ നിന്ന് നമ്മൾ ലൈവ് കണ്ടതാണ്. അതൊക്കെ ഇപ്പോൾ റോഡിലേക്ക് ഇറങ്ങുകയാണ്. അതായത് ആൾക്കാരുടെയൊക്കെ കണ്ണിന് കുളിർമയേക്കുന്ന തരത്തിലുള്ള നിരവധി കേരളത്തിന്റെ സാംസ്കാരിക തനിമയൊക്കെ വിളിച്ചോതുന്ന തരത്തിലുള്ള വിവിധ പ്ലോട്ടുകളാണ് നിരത്തിലേക്ക് ഇറങ്ങാൻ പോകുന്നത്. അവരൊക്കെ ഇങ്ങനെ സഹൂതം ആളുകൾ കാത്തിരിക്കുകയാണ്. നമ്മളൊക്കെ തന്നെ എനിക്ക് പിന്നിലായിട്ട് ഇവിടെ അമ്യൂസ്മെന്റ് പാർക്ക് തയ്യാറായിട്ടുണ്ട്. ഇനി 10 ദിവസവും ഇവിടെ കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഇവിടെ 10 ദിവസവും ഇനി ഈ ആഘോഷത്തിന്റെ ദിവസങ്ങളാണ്. അത് തുടങ്ങിക്കഴിഞ്ഞു. അതിന് ഉള്ള ഔദ്യോഗികമായ ഒരു തുടക്കം എന്ന് വേണം ഈ ദിവസവുമായി ബന്ധപ്പെട്ട് പറയാൻ. ഇന്നലെ വൈകുന്നേരം രാജകുടുംബത്തിന്റെ പ്രതിനിധിയിൽ നിന്നും അത്തപ്പതാക ഏറ്റുവാങ്ങിയിരുന്നു. അതായത് നഗരസഭാധ്യക്ഷ ഏറ്റുവാങ്ങിയ ശേഷം അതൊരു ഔദ്യോഗികമായ ചടങ്ങാണ്. 7ാം നൂറ്റാണ്ടിലാണ് ഇങ്ങനെ അത്തച്ചമയം ഒരു ഔദ്യോഗിക ആഘോഷമായി തന്നെ ഇത് പ്രത്യേകിച്ചും രാജകുടുംബത്തിന്റെ ഒരു ഔദ്യോഗിക ഉത്തരവാദിത്തമായി മാറിയതും അത് സംസ്ഥാനം ഏറ്റുവാങ്ങുന്നതും അങ്ങനെയാണ്. ആ ഒരു കാലഘട്ടം മുതൽ തന്നെ ഇവിടെ അത്തച്ചമയത്തിന് വലിയ പ്രാധാന്യമുണ്ട്. തൃക്കാക്കര അപ്പൻ എന്നാണ് നമ്മൾ ഇവിടെ ഓണത്തിനെ അതായത് മാവേലിയെ പറയുന്നത് പോലും അങ്ങനെയാണ്. അതായത് ഓണം ഇവിടുന്ന് തുടങ്ങുന്നു എന്നാണോ, തൃപ്പൂണിത്തറയിൽ നിന്നും ഓണം തുടങ്ങുന്നു അല്ലെങ്കിൽ എറണാകുളത്ത് നിന്നും ഓണം തുടങ്ങുന്നു എന്നുള്ള ഒരു കോൺസെപ്റ്റാണ് ശരിക്കും മധ്യ കേരളത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ അത്തക്കളത്തിലൊക്കെ തൃക്കാക്കരയപ്പന്റെ ചെറിയ പ്രതിമകളൊക്കെ വെക്കാറുണ്ട്, പ്രതീകങ്ങളൊക്കെ വെക്കാറുണ്ട്. അങ്ങനെ എന്തായാലും ഇവിടെ കൊച്ചിയിൽ നിന്നുമാണ് ഓണം തുടങ്ങുന്നത് എന്നുള്ള ഒരു കോൺസെപ്റ്റാണ് നിലനിന്ന് വരുന്നത്. എന്നിരുന്നാൽ പോലും അല്പസമയത്തിനുള്ള ഇനി അധികം സമയമില്ല. ഇപ്പൊ തന്നെ 7:21 ഇനിയിപ്പം ഒരു 1.5 മണിക്കൂറിനുള്ളിൽ ഈ വേദി മുഴുവൻ കളർഫുൾ ആകുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വേദിയിലേക്കൊക്കെ നമുക്ക് എന്തൊരു ആവേശത്തോട് കൂടിയിട്ടാണ് ആളുകൾ വേദിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. വയ്യാത്ത ആളുകളാണ്, പക്ഷെ ഇതൊരു ആഘോഷമാണ്. അവർക്ക് സന്തോഷം നൽകുന്ന ഒരു ദിവസമാണ്. അത്തച്ചമയത്തിന്റെ ഭാഗമായിട്ട് അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. സാർ അത്തച്ചമയത്തിന് കൂടാൻ വന്നതാണോ? അല്ല, കുടിക്കാൻ വന്നതാ. ഞാൻ തൃപ്പൂണിത്തുറ രാജകുടുംബത്തിൽ അംഗമാണ്. ഒരു ചാനലിൽ കവർ ചെയ്യണ്ടെന്ന് പറഞ്ഞു, അതിനുവേണ്ടി വന്നു. ഇന്നലെ ആഘോഷമൊക്കെ കഴിഞ്ഞിരുന്നല്ലോ. ഓക്കെ, ഇന്നലെ കൊടി മുനിസിപ്പൽ അധികാരിമാർക്ക് കൈമാറി രാജകുടുംബത്തിന്റെ പ്രതിനിധി. അദ്ദേഹം മറ്റൊരു ചാനലിന്റെ ഗസ്റ്റായിട്ട് വന്നതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അധിക സമയം അദ്ദേഹം സ്പെൻഡ് ചെയ്യാനില്ല. എന്നിരുന്നാൽ പോലും അദ്ദേഹം രാജകുടുംബാംഗമാണ്. ഈ ഒരു ഏജിലും അദ്ദേഹം അതിന്റെ ഒരു ആവേശത്തോടു കൂടി വേദിയിലേക്ക് എത്തുന്നു എന്നുള്ളത് വളരെയധികം പ്രാധാന്യത്തോടെ വേണം കാണാൻ. എന്നിരുന്നാൽ പോലും ഇപ്പോ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വളരെ കളർഫുൾ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറാണ്. വളരെ കളർഫുൾ ആയിട്ട് ഓണം വൈബ് എന്നൊക്കെ പറയുന്നത് ഇപ്പൊ ഇവിടെ നിന്ന് തുടങ്ങിക്കഴിഞ്ഞു. നമ്മൾ കുറേ ദിവസമായി ഈ വൈബുകളുടെ വിവിധ വിഷ്വൽസ് ഒക്കെ കാണുന്നുണ്ട്, വിവിധ തരത്തിലുള്ള കളർഫുൾ ആയിട്ടുള്ള വിഷ്വൽസ് ഒക്കെ കാണുന്നുണ്ട്. എന്നാൽ പോലും ഇനി അങ്ങോട്ട് ഇന്ന് മുഴുവൻ അതിപ്പോ സോഷ്യൽ മീഡിയയിലായാലും അല്ലാതെ ആയാലും വിഷ്വലി മുഴുവൻ റിച്ച് ആക്കുന്നത് ഈ അത്തച്ചമയ ഘോഷയാത്രയുടെ വിവിധ ദൃശ്യങ്ങളായിരിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. നേരത്തെ തന്നെ നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടതുപോലെ വിവിധ തരത്തിലുള്ള കലാരൂപങ്ങൾ അവിടെ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്. അതൊക്കെ ഇപ്പോൾ നിരത്തിലേക്ക് ഇറങ്ങുകയാണ്. ആളുകളൊക്കെ ആഹ്ലാദത്തോടു കൂടി നിരത്തിലേക്ക് ഇറങ്ങുന്ന ഒരു കാഴ്ച നമ്മൾ അല്പസമയത്തിനുള്ളിൽ കാണും. ഘോഷയാത്ര നടൻ ജയറാം ഘോഷയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്യുന്നതോടുകൂടി അതിനും തുടക്കമാകും. എന്തായാലും അല്പസമയത്തിനുള്ളിൽ അതായത് 9 മണിയോട് കൂടി ഉദ്ഘാടന ചടങ്ങുകൾ നിർവഹിക്കപ്പെടുകയാണ്. അതിനുശേഷം അത്തച്ചമയം ഉദ്ഘാടനം ചെയ്യുകയാണ്. അത്തം ഘോഷയാത്ര തുടങ്ങുകയാണ്. ഇന്നു മുതൽ അങ്ങോട്ട് മലയാളിക്ക് ഓണദിനങ്ങൾ തുടങ്ങുകയാണ്, ആഘോഷങ്ങൾ തുടങ്ങുകയാണ്. 10 ദിവസം കഴിഞ്ഞുള്ള തിരുവോണത്തെ വരവേൽക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഉണ്ടായിരിക്കുന്ന അങ്ങേയറ്റം സന്തോഷം നൽകുന്ന അല്ലെങ്കിൽ അങ്ങേയറ്റം ആഹ്ലാദം നൽകുന്ന ഒരു മൊമെന്റിലേക്കുള്ള ആദ്യ ദിവസമാണ്, ആദ്യ ചുവടുവെപ്പാണ് ഇന്ന്. ആര്യ, തീർച്ചയായും ആജ്ഞ.
ആജ്ഞയാണ് നമ്മുടെ ഔദ്യോഗിക പരിപാടികൾ എങ്ങനെയൊക്കെയാണ്, അതിൻ്റെ ക്രമീകരണങ്ങൾ എങ്ങനെയൊക്കെയാണ് എന്നതിനെക്കുറിച്ചൊക്കെയുള്ള വിശദമായ ഒരു ചിത്രം നമുക്ക് നൽകിയത്. ആജ്ഞയിലേക്ക് ഞാൻ മടങ്ങിയെത്താം. ഇപ്പോൾ ആജ്ഞ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയൊരു ചരിത്രം പേറുന്ന ഐതിഹ്യം പറയാനുള്ള ഒരു ആഘോഷമാണ് നമ്മുടെ ഈ അത്തച്ചമയം എന്നുള്ളത്. ഈ അത്തച്ചമയ ഘോഷയാത്ര എങ്ങനെ വന്നു നമ്മുടെ സംസ്ഥാനത്ത്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ചരിത്രം എന്താണെന്ന് പരിശോധിച്ചാൽ, പണ്ട് രാജവാഴ്ചക്കാലത്ത് ഈ കൊച്ചി രാജാവ് സർവാഭരണ വിഭൂഷിതനായി സർവ്വസൈന്യത്തോടുകൂടി ഇത്തരത്തിൽ പ്രജകളെ അത്തം നാളിൽ കാണുവാൻ വേണ്ടി ഒരു ഘോഷയാത്രയായി കലാകാരന്മാരെയൊക്കെ കൂട്ടി കലാപ്രകടനങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നഗരം ചുറ്റുന്ന ഈ തങ്ങളുടെ പ്രജകളെ കാണാൻ വേണ്ടി രാജാവ് ഇങ്ങനെ ഘോഷയാത്രയായി പോകുന്നൊരു ചടങ്ങുണ്ടായിരുന്നു. പക്ഷെ അത് പിന്നീട് നമ്മുടെ ജനാധിപത്യമൊക്കെ വന്നതിന് ശേഷം അത് നിർത്തലാക്കുകയാണ് ഉണ്ടായത്. അതിനുശേഷം പിന്നീട് ഈ ഓണാഘോഷം സംസ്ഥാന സർക്കാർ, നമ്മുടെ കേരള ഗവൺമെൻറ് ഔദ്യോഗിക ഉത്സവമാക്കി, സംസ്ഥാനത്തിൻ്റെ ഔദ്യോഗിക ഉത്സവമാക്കി മാറ്റിയതിന് ശേഷം ഈ അത്തം ഘോഷയാത്രയും ആ ഉത്സവത്തിൻ്റെ ഔദ്യോഗിക പരിപാടിയുടെ ഭാഗമായി മാറുകയായിരുന്നു 1961 മുതൽ. അപ്പോൾ അന്ന് തൊട്ട് നമ്മൾ തൃപ്പൂണിത്തുറ അത്തച്ചമയം ഘോഷയാത്ര എന്ന് പറയുന്നത് നമ്മുടെ സംസ്ഥാനത്തെ ഓണാഘോഷങ്ങളുടെ ഔദ്യോഗിക തുടക്കമായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ അന്ന് മുതൽ ഇന്ന് വരെ നമ്മൾ അത്തരത്തിൽ തന്നെ ആഘോഷിച്ചു പോരുകയാണ്. മന്ത്രി എം പി രാജേഷാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നത്. അത്തപ്പതാക ഉയർത്തുന്നത് മന്ത്രി പി രാജീവാണ്. നടൻ ജയറാമാണ് നമ്മുടെ ഫ്ലാഗ് ഓഫ് നിർവഹിക്കുന്നത് ഈ ഘോഷയാത്രയുടെ, ഈ വർണ്ണാഭമായ ഘോഷയാത്രയുടേത്. പിന്നെ രമേശ് പിഷാരടി ഉണ്ട്, മറ്റ് ജനപ്രതിനിധികളൊക്കെ മുഖ്യ അതിഥിയായി ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ 9 മണിയോട് കൂടിയിട്ടാണ് ഈ ചടങ്ങുകളൊക്കെ ആരംഭിക്കുക. 10 മണിയോടുകൂടി ഘോഷയാത്ര ആരംഭിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും അതിനു വേണ്ടിയിട്ടുള്ള തിരക്കിട്ട ഒരുക്കത്തിലാണ് അവിടെ കലാകാരന്മാരെല്ലാവരും ഉള്ളത്. നമുക്ക് നവമിയിലേക്ക് പോകാം ഒരിക്കൽ കൂടി. നവമി ഓരോ തവണയും എത്രത്തോളം വ്യത്യസ്തമാക്കാൻ പറ്റുമോ അത്രത്തോളം വ്യത്യസ്തമാക്കാൻ ശ്രമിക്കാറുണ്ട് കലാകാരന്മാരും സംഘാടകരുമെല്ലാം. നേരത്തെ നമ്മൾ കണ്ടു, ക്രോക്സ് ഒക്കെ ഇട്ട് വരാൻ പോകുന്ന പുലികളായിരിക്കും ഇന്നത്തെ ഘോഷയാത്രയുടെ ഹൈലൈറ്റ് എന്നുള്ളത്. മറ്റെന്തൊക്കെ വ്യത്യസ്തമായ കാഴ്ചകൾ അവിടെ നിന്ന് പങ്കുവെക്കാനുണ്ട് നവമി? ആര്യതയുടെ ഓരോ കലാരൂപങ്ങളായിട്ട് ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. നമ്മൾ പുലികളിയും ഒപ്പം ഈ മായാവിയുടെ കുറച്ച് ആളുകളെയൊക്കെ കണ്ടു. ഇനി നമുക്ക് പടയണിയുടെ സംഘാടകർ ഇവിടെ നിൽപ്പുണ്ട്, നമുക്ക് അവരോട് ചോദിക്കാം. എത്ര വർഷമായി? ഞാൻ 40 വർഷത്തേക്കുള്ളായി ഇവിടെ അത്തച്ചമയത്ത്. ഇവിടെ എല്ലാ വർഷവും എല്ലാ വർഷവും കഴിഞ്ഞ വർഷമൊക്കെ ഉണ്ടായിരുന്നു. ഇവിടുത്തെ ഒരു അത്തച്ചമയാണ് ഈ നമ്മുടെ ഈ ഓണത്തിന് മുന്നോടി. അതെ അതെ അതേ ഉള്ളൂ. ഇന്നാണ് തുടങ്ങുന്നത്. ഒരു പാട്ട് കിഴക്കോട്ടു പോയ കൊമ്പിന്മേൽ ആദിത്യൻ വസിക്ക കണ്ടേ. കിഴക്കോട്ടു പോയ കൊമ്പിന്മേൽ ആദിത്യൻ വസിക്ക കണ്ടേ. പടിഞ്ഞാട്ടു പോയ കൊമ്പിന്മേൽ ചന്ദ്രൻ താൻ വസിക്ക കണ്ടേ. പടിഞ്ഞാട്ടു പോയ കൊമ്പിന്മേൽ ചന്ദ്രൻ താൻ വസിക്ക കണ്ടേ. തെക്കോട്ടു പോയ കൊമ്പിന്മേൽ ശ്രീ ദുർഗ വസിക്ക കണ്ടേ. തെക്കോട്ടു പോയ കൊമ്പിന്മേൽ ശ്രീ ദുർഗ വസിക്ക കണ്ടേ. മേൽപോട്ടു പോയ കൊമ്പിന്മേൽ
പക്ഷിരാജൻ വസിക്കണ്ടേ മേൽപോട്ടു പോയ കൊമ്പിന്മേ പക്ഷിരാജൻ വസിക്കണ്ടേ ഓതറ പടയണിയാണ്. എത്ര പേരുണ്ട് ഇതില്? ഞങ്ങൾ ഇന്ന് 8-9 പേരുണ്ട്. 9 പേരാണ് ഈ വേഷം കെട്ടുന്നത്. ഇതിന്റെ ഒരു ചരിത്രം അല്ലെങ്കിൽ ഇതിന്റെ ഒരു പ്രത്യേകത കൂടെ ഇത് ചരിത്രം ഇത് പിന്നെ ഭദ്രകാളി ദാരികമായിട്ടുള്ള യുദ്ധത്തിൽ ദാരികനെ നിഗ്രഹിക്കുകയും ആ കോപം അടങ്ങാതെ വരുന്ന ഭദ്രകാളിയുടെ കോപശമനത്തിനായി സുബ്രഹ്മണ്യൻ്റെ പ്രശ്നവിധിയാൽ ശിവഭൂതഗണങ്ങൾ ഈ ബീശുവാളയിൽ ഈ ദേവിയുടെ രൂപവും ഭൂതഗണ രൂപവും എഴുതി ഈ ദേവി വരുന്ന സമയത്ത് മുന്നിൽ തുള്ളി തൻ്റെ പ്രതിരൂപം കണ്ട ദേവിയുടെ കോപശമനം ശമിച്ചു. അപ്പോൾ തിരിച്ച് ഭൂമിയിൽ നിന്നും ദേവലോകത്തേക്ക് പോകാൻ സ്വന്തം അച്ഛനായ മഹാദേവൻ പറഞ്ഞപ്പോൾ അത് പോകാൻ തയ്യാറായില്ല. അപ്പം മീനമാസം, അതായത് കൊയ്ത്തുകാലം സമയത്ത് നെൽപ്പറയിട്ട് കളമെഴുതിപ്പാട്ട് പാടി ദേവിയെ വരവേൽക്കുമെന്നുള്ള ആ ഒരു വാക്കാൽ ദേവി പോകുന്നതും ഈ നമ്മുടെ ഡിസംബർ മുതൽ അങ്ങോട്ട് വിഷു വരെ ആ സമയത്താണ് ദേവി വരുന്നതായിട്ടാണ് സങ്കല്പം. ദേവി അത് സ്വീകരിക്കാൻ ഭക്തജനങ്ങൾ ചെയ്യുന്നൊരു വഴിപാട്. ഇത് മാഞ്ഞു കൊണ്ടിരിക്കുന്ന ഒരു കലാരൂപം കൂടിയാണ്. ഇത് വളരെ ആളുകൾ ചുരുക്കം ആളുകളാണ് ഇപ്പോൾ അല്ല ഇത് ഇപ്പം ഇതുപോലുള്ള നാടൻകല ഇതൊരു കാവുകലയാണ്, ക്ഷേത്രകലയല്ല കാവുകലയാണ്. അപ്പം ഇതിനെ ഇപ്പോൾ പുനരുദ്ധാക്കാൻ വേണ്ടി കേരള ഫോക്ലോർ അക്കാദമി നല്ലവണ്ണം പരിശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത് നിന്നു പോകുന്നില്ല. അല്ലെങ്കിൽ നിന്ന് പോയതിന് അക്കാദമി അങ്ങനെ ഒരു അക്കാദമി ഇല്ലായിരുന്നെങ്കിൽ എന്നേ ഇതുപോലുള്ള കലകൾ, അതായത് പിന്നെ പടയണി, പുള്ളവും പാട്ട്, കുത്തിയോട്ടം, അതുപോലുള്ള പരിപാടിയൊക്കെ കലകളൊക്കെ നഷ്ടമായിട്ട് പോയതിന്. പാരമ്പര്യമായിട്ട് നിങ്ങൾ പാരമ്പര്യമായിട്ട് മുൻ തലമുറകളായിട്ട് ക്ലാസ് എടുക്കുന്നുണ്ട് അക്കാദമിയിൽ തന്നെ? അല്ല, നമ്മൾ അവിടെ ഒരു പടയണി കളരിയുണ്ട്, അവിടെ പഠിപ്പിക്കുന്നു. പത്തനംതിട്ട ഓതറ പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ അവിടെ ഞങ്ങളുടെ അമ്പലത്തിൽ 1001 പാടയുടെ വലിയ ഭൈരവിയുണ്ട്. ഇതിനെക്കാട്ടി വലുതുണ്ട്. 1001 പാട ഈ കെട്ടിടത്തിൻ്റെ വീതം വരും. അപ്പോൾ അവിടെ എല്ലാ വർഷവും പടയണി 10 ദിവസം 22 ദിവസം പടയണിയുണ്ട്. അപ്പോൾ അത് നമുക്കൊരു പ്രോത്സാഹനമല്ല. എത്ര വർഷമായി? ഞാനൊരു 6-8 വർഷത്തോളമായി ഈ ഇതിൽ ഉണ്ട്. വേഷം കെട്ടുന്നുണ്ടോ? അതോ വേഷം കെട്ടുന്നുണ്ട്. അത് വേറൊരു അനുഭവം തന്നെയായിരിക്കും. തീർച്ചയായും അനുഗ്രഹമായിട്ട് തന്നെ. എൻ്റെ അച്ഛൻ ആദ്യം അച്ഛനായിരുന്നു, പിന്നെ തുടർന്ന് ഞാനിതിൽ പഠിച്ച് അടുത്ത തലമുറയ്ക്ക് പകർന്നു നൽകിയിട്ടുണ്ടോ? ഇല്ല, എനിക്ക് അത്രയ്ക്കുള്ള ഇത് ആയിട്ടില്ല. എല്ലാം പഠിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. എന്തായാലും ആര്യ പടയണി, ഓതറ പടയണിയുടെ ഒരു ചരിത്രവും അത് വർഷങ്ങളായി പാരമ്പര്യമായി തുടർന്നു കൊണ്ടുപോകുന്ന സംഘത്തെയാണ് നമ്മൾ കണ്ടത്. ഗുരു സജികുമാർ ഓതറയും സംഘവുമാണ് ഇപ്പോൾ നല്ലൊരു ഗാനം, ഈ പടയണി ഗാനമൊക്കെ നമുക്ക് വേണ്ടി ആലപിച്ചിരിക്കുന്നത്. നമുക്ക് ആളുകളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. കുറേ യൂത്തന്മാരും എത്തിയിട്ടുണ്ട്. ഹായ് ഫ്രീക്കന്മാർ, ഞങ്ങളുടെ ഇവിടെ തന്നെയാണ്. എല്ലാ വർഷവും വരാറുണ്ടോ? അല്ല, ഞങ്ങളോട് കൊട്ടാനായിട്ട്. കൊട്ടാൻ ചെണ്ട കൊട്ട്. അപ്പൊ പഠിക്കുന്നുണ്ടോ അതോ? ഇല്ല, പഠിക്കുള്ളൂ. ഞങ്ങൾ ഇവിടെ വന്നിട്ട് എല്ലാവരും പ്രാക്ടീസ് ചെയ്ത് സ്കൂളിന്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾ ചെയ്യുന്നുണ്ട്. അവർക്ക് വേണ്ടിട്ട് ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? +2. എല്ലാ വർഷവും വരാറുണ്ടോ അതോ? എല്ലാ വർഷവും വരാറുണ്ട്. എല്ലാ വർഷവും ചെണ്ട കൊട്ടുന്നത്? ചെണ്ട വർഷം +1 ഉണ്ടായിരുന്നു, ഇപ്പൊ +2 കൊട്ടുണ്ട്. ഭയങ്കര ആഘോഷമല്ലേ? ഇതിന് മുമ്പുള്ള ഒരു റിഹേഴ്സൽ ഒക്കെ റെഡിയാണ്. ഇനി വേഷമൊക്കെ മാറ്റണ്ടേ? അതിന് മുകളിൽ പോയിട്ട് മാറ്റണം. അപ്പൊ അതാണ് ഇവിടെ ഒരാള് മോളെ കളരിയാണ് പഠിക്കുന്നുണ്ട്. അപ്പൊ സ്കൂളിന്റെ ആണോ അതോ? സ്കൂളിന്റെ ഭാഗമായിട്ട്. അപ്പൊ നിങ്ങൾ എത്ര പേരുണ്ട്? 2 പേരാണ്. അതിന്റെ ഒരുക്കങ്ങളാണല്ലേ? ഇതാണല്ലേ കോസ്റ്റ്യൂം? എത്ര വർഷമായി പഠിക്കുന്നുണ്ട്? 2 വർഷമായി. 2 വർഷമായി പഠിക്കും. എവിടെയാ പഠിക്കുന്നത്? കളരി ഇവിടെ അടുത്തുണ്ട്. അടുത്ത് തന്നെയാണ്. ഇഷ്ടം ആണ്.
അങ്ങനെ കളരി പഠിക്കുന്നുണ്ട്. ഈ സ്കൂളിൻ്റെ ഭാഗമായിട്ട് തന്നെ കുട്ടികൾ ഓരോ കലാരൂപങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്. കളരിയുണ്ട്, ചെണ്ടമേളമുണ്ട്, അങ്ങനെ വലിയ ആഘോഷങ്ങളാണ്. പ്രത്യേകിച്ച് ഇന്ന് അവധിയാണ്, പ്രാദേശിക അവധി കൂടിയാണ് തൃപ്പൂണിത്തുറയ്ക്ക്. അപ്പോൾ കുട്ടികൾ എല്ലാവരും തന്നെ ഇതിൽ അവരുടേതായിട്ടുള്ള ഒരു കലാരൂപം അവതരിപ്പിക്കാൻ വേണ്ടി എത്തുന്നു എന്ന് പറയുന്നത് വലിയ ഒരു സന്തോഷത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ ഉണ്ട്. നമുക്ക് ഇവിടുത്തെ കുറച്ച് പ്രദേശവാസികളുണ്ട്, അവരോടുകൂടി ചോദിക്കാം. ചേട്ടാ ഇവിടെ അടുത്ത് തന്നെയാണോ? എല്ലാ വർഷവും വരുന്ന ഞങ്ങൾ ഇവിടെ പടക്കത്തിന്റെ ഉദ്ഘാടനത്തിന് വേണ്ടി പടക്കമായിട്ട് വരുന്ന ഞാനൊരു 10 വർഷമായിട്ട് ഇവിടെ വരുന്നുണ്ട്. ഇവിടെ 10 വർഷമായിട്ട് ഇവിടേക്ക് എല്ലാ പരിപാടി അത്തച്ചമയത്തിന് വരാറുണ്ട്. നിങ്ങൾക്ക് തന്നെ വലിയൊരു ആഘോഷത്തിന്റെ ദിവസം കൂടി. പിന്നെ ഇവിടെ ഞങ്ങൾക്ക് ഇന്ന് ഓണാണെന്ന്. അതെ, നല്ല ഗംഭീരമായ പരിപാടികളൊക്കെ. ഇപ്പൊ 10 ദിവസം ഇവിടെ തന്നെയായിരിക്കും അല്ലെ? ഇത് കഴിഞ്ഞിട്ടും കുറച്ച് പരിപാടിയുണ്ട്. ഉച്ചക്ക് പരിപാടിയുണ്ട്, ടാബിളുണ്ട്, അത് കഴിഞ്ഞ് നൈറ്റിൽ പരിപാടിയൊക്കെ ഉണ്ട്. ഗംഭീര പരിപാടിയാണ് രാത്രി വരെ. ഗാനമേളയുണ്ടോ? ഗാനമേള എല്ലാ പരിപാടിയുണ്ട്, നാടകമുണ്ട്. എല്ലാ ദിവസവും ഇവിടെ ഒരു കുടുംബമായിട്ട് തന്നെ ഇവിടെ ഉണ്ടാവും. ഓക്കെ. അങ്ങനെ ഈ ആളുകൾക്കൊക്കെ വലിയ ആഘോഷത്തിന്റെ ദിവസം കൂടിയാണ്. നാടകമുണ്ട്, ഓരോ കലാരൂപങ്ങളുണ്ട് ഇവിടെ. അതോടൊപ്പം തന്നെ ഇന്നൊരു ഇവിടെ അത്തപ്പൂക്കള മത്സരവുമുണ്ട്. വൈകിട്ടോടുകൂടി 11 മണിയോടുകൂടി അത്തപ്പൂക്കളം മത്സരം ആരംഭിക്കും. വൈകിട്ടോടുകൂടി അതിൻ്റെ ഫലമൊക്കെ വരും. അങ്ങനെ ഈ തൃപ്പൂണിത്തുറക്കാരെ സംബന്ധിച്ച് വലിയ ആഘോഷത്തിൻ്റെ ഈ ഓണത്തിന് മുന്നോടിയായിട്ടുള്ള ഓണത്തെ വിളിച്ചോതുന്ന ഒരു ദിവസം അതവർ വലിയ ഗംഭീരമായി തന്നെയാണ് ആഘോഷിക്കുന്നത്. നമ്മൾ ഈ റോഡിൽ ഈ നഗരവീതിയിൽ കൂടി ഇതെല്ലാം ഒന്നിച്ചു പോകുമ്പോൾ അത് കാണാൻ വേറൊരു ഭംഗി തന്നെയാണ്. അങ്ങനെ നിരവധി പേരാണ് ഇവിടെ ചെറിയ കടകളൊക്കെ ആയിട്ടുണ്ട്. എല്ലാ വർഷവും ഒക്കെ ഞാൻ മടങ്ങിയെത്താം നവമിയിലേക്കും ആജ്ഞയിലേക്കും ഒക്കെ. ഇപ്പൊ നമ്മൾ കണ്ട ചേട്ടൻ പറഞ്ഞതുപോലെ തന്നെ ഈ തൃപ്പൂണിത്തുറക്കാർക്ക് ഈ 10ാം ദിവസം നമ്മുടെ തിരുവോണ നാളിനേക്കാൾ പ്രാധാന്യം അവരുടെ ഓണ ദിവസം എന്ന് പറയുന്നത് ഈ അത്തം ദിനമാണ്. ഇന്നത്തെ ആഘോഷങ്ങളും പരിപാടികളുമാണ്. നമ്മൾ തെക്കിൻ്റെ പടയണി മുതൽ വടക്കിൻ്റെ മലബാറിൻ്റെ തെയ്യവും തിറയും ഒക്കെ കണ്ടു. അങ്ങനെ കേരളത്തിലെ തനത് കലാരൂപങ്ങളുടെ ഒരു സമ്മേളനം, അത് ഇന്നത്തെ ദിവസം അവിടെ തൃപ്പൂണിത്തുറയിൽ കാണാൻ കഴിയുമെന്നതാണ് വലിയൊരു സവിശേഷത. അങ്ങനെ വർണ്ണാഭമായ ആഘോഷങ്ങളുടെ ഒരുക്കങ്ങൾ ഇങ്ങനെ തകൃതിയായി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് വേഗം ആ കാഴ്ചകളിലേക്ക് തന്നെ മടങ്ങിയെത്താം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. സംഭവിച്ചിട്ട് കുറച്ച് നാളായി, ഒരു 3-4 മാസത്തിന് മേലേക്ക് ആയിട്ടുണ്ട്. ഒരിക്കൽ മാത്രം ഇങ്ങനെ ഒരു മിസ്ബിഹേവിയർ ഉണ്ടായിട്ടുള്ളൂ, അതോ ഇത് തുടർച്ചയായിട്ട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ആദ്യമൊക്കെ തുടർച്ചയായി തന്നെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇയാൾക്കെതിരെ പല പല ആരോപണങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അയാൾ പിന്നീട് കോണ്ടാക്ട്സ് കുറച്ചിട്ടുമുണ്ട്. പിന്നെ ഇന്ന് രാവിലെ ഉൾപ്പെടെ എനിക്ക് കോൾ ചെയ്തിട്ടുണ്ട്. കാരണം അയാൾ പേടിക്കുന്നു, ഭയക്കുന്നു എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഇത് പുറത്ത് പറയുമ്പോൾ ഇങ്ങനെയുള്ള അയാൾക്ക് ചിലതര വൈകൃതങ്ങളാണ്. അയാളുടെ അടുത്ത് പബ്ലിക്കായിട്ടാണ്, മീൻസ് ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വന്നിട്ടാണ് ഡിസപ്പാറിങ് മെസ്സേജാണ്. അതെനിക്ക് സ്ക്രീൻഷോട്ട് പോലും എടുക്കാൻ പറ്റില്ല. ഇന്നലെ ആ യുവനടി വെളിപ്പെടുത്തിയതുപോലെ തന്നെ ഇയാൾ അയക്കുന്ന മെസ്സേജ് സ്ക്രീൻഷോട്ട് പോലും എടുക്കാൻ പറ്റാത്ത രീതിക്കുള്ള മെസ്സേജുകളാണ് അയക്കുന്നത്. അപ്പോൾ അയാൾ എൻ്റെ അടുത്ത് ചോദിച്ചത് നിന്നെയൊക്കെ അയാൾക്കുള്ള വൈകൃതം എന്ന് പറഞ്ഞ് നിന്നെ എനിക്ക് റേപ്പ് ചെയ്യണം എന്നാണ് അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞത്. അത് ഇവിടെയല്ല, നമുക്ക് കേരളത്തിന് വെളിയിലുള്ള ഏതെങ്കിലും ഹോട്ടലുകളിൽ ബാംഗ്ലൂരോ ഹൈദരാബാദോ ആണ് അയാൾ സജക്ഷൻ ചെയ്ത 2 ഹോട്ടലുകൾ. അവിടെ നമുക്ക് പോകാം, ഇവിടേക്ക് ഇങ്ങനെ ഇതായാൽ ആളുകൾ കാണും, ഒന്നാമത് ഞാനും ഇങ്ങനെയൊക്കെ നിൽക്കുന്ന ആളാണ് എന്നൊക്കെ പറഞ്ഞാണ് എൻ്റെ അടുത്ത് സംസാരിച്ചത്. നിങ്ങളപ്പോ എന്ത് മറുപടിയാ പറഞ്ഞത് ഈ രീതിയിൽ സംസാരിച്ചപ്പോ ഞാൻ മറുപടിയൊന്നും പറഞ്ഞിട്ടില്ല. വെൽക്കം ബാക്ക്. വീണ്ടും നമ്മുടെ രാവിലെയിലേക്ക് സ്വാഗതം. നമ്മൾ നേരെ പോകുന്നത് വീണ്ടും തൃപ്പൂണിത്തുറയിലേക്കാണ്. അവിടെ ആജ്ഞയും നവമിയും റെഡിയായിരിക്കുകയാണ്. അവിടുത്തെ മറ്റ് കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ പ്രേക്ഷകർക്ക് പറഞ്ഞു തരാൻ വേണ്ടി ആജ്ഞയിലേക്കാണ് ഒരിക്കൽ കൂടി പോകുന്നത്. ആജ്ഞ, നമ്മൾ മലയാളികളെ സംബന്ധിച്ച് നമ്മുടെ ഏറ്റവും വലിയ സന്തോഷത്തിൻ്റെയും ആഘോഷത്തിൻ്റെയും ഭാഗമാണ് നമ്മുടെ ഈ
ഓണാഘോഷങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ പൊതുവേ എന്താ പറയുക, എത്ര വലിയ സങ്കടങ്ങളിലൂടെ കടന്നു പോവുകയും പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയും ഒക്കെ ആണെങ്കിൽ നമ്മൾ ഓണം വരുമ്പോൾ നമുക്ക് പ്രത്യേകമായിട്ടൊരു സന്തോഷമാണല്ലേ. നമ്മൾ എല്ലാ വിഷമങ്ങളും മറന്നു വെച്ചുകൊണ്ട് എല്ലാം പ്രതിസന്ധികളെ ഒക്കെ തരണം ചെയ്തുകൊണ്ട് എങ്ങനെ നല്ല രീതിയിൽ നമുക്ക് ഓണം ആഘോഷിക്കണം എന്നുള്ളതാണ്. അത് ഈ പഴമയുടെ ആഘോഷം എന്നൊക്കെ പറഞ്ഞാൽ നമ്മളിപ്പോൾ കണ്ടു ഒരുപാട് കുട്ടികൾക്കും ഇത്തരത്തിലുള്ള ആഘോഷങ്ങളുടെയൊക്കെ ഭാഗമാകാൻ പക്ഷേ ഒരുപാട് താല്പര്യമുണ്ട്. അങ്ങനെ പഴമക്കാർ മാത്രം ആഘോഷിക്കുന്ന ഒരു ഉത്സവമൊന്നുമല്ല. നമ്മുടെ പുതുതലമുറയ്ക്കും ഇതിനോടൊക്കെ വലിയ താല്പര്യവും അവർക്കും വലിയ സന്തോഷമാണ് ഇതിൻ്റെ ഭാഗമാകാനും ഒക്കെ. ഇപ്പോൾ ഒരുപാട് കുട്ടികളെ നമ്മൾ അവിടെ കണ്ടു. അപ്പോൾ കുട്ടികളുടെ ഒരു ആഘോഷം കൂടിയാണ്. പുതുതലമുറയും ഈ ആഘോഷങ്ങളെയൊക്കെ വലിയ രീതിയിൽ തന്നെ അതേ പ്രാധാന്യത്തോടു കൂടി ഏറ്റെടുക്കുന്നു എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് വലിയൊരു സന്തോഷമാണ് അല്ലേ. തീർച്ചയായിട്ടും ആര്യ, പറയുമ്പോൾ തന്നെ കുട്ടികൾക്ക് വളരെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള 2 ക്യാരക്ടേഴ്സാണ് എന്റെ പിന്നിലുള്ളത്. കുട്ടൂസനും ഡാക്കിനിയും. നമ്മളൊക്കെ നമ്മുടെ ബാല്യകാലത്തെ വായനകളൊക്കെ തുടങ്ങുന്നത് ഈ കുട്ടൂസനും ഡാക്കിനിയെ തന്നെയല്ല. ആരെങ്കിലും നമുക്ക് ഇഷ്ടമില്ലാത്ത ആളുകളെ ഒക്കെ റെപ്രസെന്റ് ചെയ്യാനും ഒക്കെ ഡാക്കിനിയ മുമ്മ കുട്ടൂസൻ എന്നൊക്കെ പറഞ്ഞിട്ടാണല്ലോ. എന്തായാലും കുട്ടികൾക്ക് ഭയങ്കര താല്പര്യമുള്ള 2 പേരാണ് ഇപ്പൊ എന്റെ പിന്നിലുള്ളത്. അത് കണ്ടാണ് ഞാനും ധനേഷും കൂടി ഇങ്ങോട്ട് വന്നത്. ശരിക്കും എന്തായാലും ഇത്തരത്തിലുള്ള നിരവധി നിശ്ചല ദൃശ്യങ്ങളാണ് നമ്മൾ ഇനി ഘോഷയാത്രയിൽ കാണാൻ പോകുന്നത്. ഇത് ശരിക്കും അത് അതിന്റെ ഒരു മേക്കിംഗ് ഒക്കെ നോക്കും, ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ട് തന്നെ നമുക്ക് ഇനി എന്താ പറഞ്ഞ ഇതിന് അപാകതകളൊന്നുമില്ല. എന്നിരുന്നാൽ പോലും ഒറ്റ തോടത്തിൽ തന്നെ ഇത്രയും വലിയൊരു ഒരു എന്താ പറയുക ഒരു പ്ലോട്ട് ഉണ്ടാക്കിയെടുത്ത് ആ ഒരു റിയലിസ്റ്റിക് ഇത് നിലനിർത്തുന്ന നമ്മുടെ മനസ്സിലുള്ള ഒരു ഇമേജ് നിലനിർത്തുന്ന തരത്തിലേക്ക് കുട്ടൂസൻ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ഇങ്ങനെ അനവധി കലാകാരന്മാർ അണിനിരക്കുന്ന അല്ലെങ്കിൽ അനവധി കലാകാരന്റെ സൃഷ്ടികൾ അണിനിരക്കുന്ന ഒരു ഇടം കൂടിയാണ് അത്തച്ചമയ ഘോഷയാത്ര എന്ന് വേണം പറയാൻ. അതുകൊണ്ട് തന്നെ അത്ഭുതങ്ങളാണ് അല്ലെങ്കിൽ നമ്മൾ കൗതുകത്തോടെ കാണുന്ന കുറെ കാഴ്ചകളാണ് ഇനി ഈ 9 മണിക്ക് ശേഷമുള്ള ഈ ഉദ്ഘാടനത്തിന് ശേഷമുള്ള ഘോഷയാത്രയിൽ നമ്മൾ കാണാൻ പോകുന്നത്. എന്നിരുന്നാൽ പോലും ആര്യ സൂചിപ്പിച്ചതുപോലെ ഓണം തുടങ്ങുകയാണ്. കയ്യിലുള്ള പൈസ മുഴുവൻ ചെലവാക്കി അല്ലെങ്കിൽ കണം വിറ്റു ഓണം ഉണ്ണണമെന്നാണല്ലോ പറയുന്നത്. അങ്ങനെ എല്ലാവരും അതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലുള്ള ഓണം, അതായത് തിരുവോണത്തിനകത്തേക്ക് എത്രയും മനോഹരമാക്കാമോ എത്രയും ആഡംബരമാക്കാമോ ഇതൊക്കെ അവരവരെ കൊണ്ടുവന്ന് പറ്റുന്ന തരത്തിലൊക്കെ ആഡംബരമാക്കാനുള്ള ഒരുക്കത്തിലാണ്, തയ്യാറെടുപ്പിലാണ് ഓരോ മലയാളിയും. ഏതായാലും ഇന്ന് ഓണാഘോഷത്തിന് തുടക്കമാവുകയാണ്. അത്തം 10-ന് പൊന്നോണം എന്ന് പറയുന്നത് പോലെ ഇന്ന് മുതൽ 10 ദിവസം കൗണ്ട് ഡൗൺ തുടങ്ങുകയാണ്. ഇന്ന് 10ാമത്തെ ദിവസം നമ്മൾ തിരുവോണ ആഘോഷത്തിലേക്ക് പോവുകയാണ്. എല്ലാവരും പ്രത്യേകിച്ചും വിദേശത്തുള്ളവരൊക്കെ ആണെങ്കിൽ പോലും ഇന്നൊരു ഈ ഒരു ഓണത്തിന് നാട്ടിൽ വരാമെന്ന് കരുതിയിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഒരുപാട് പേര് ഇപ്പം നാട്ടിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്ന സാഹചര്യമുണ്ട്. അങ്ങനെ ഓണത്തിന് വീട്ടുകാരെല്ലാവരും ഒന്നിച്ച്, ബന്ധുക്കളെല്ലാവരും ഒന്നിച്ച് ചേരുന്ന ഒരു കൂട്ടായ്മയുടെ ഒത്തുചേരലിന്റെ ഒക്കെ പ്രതീകമാണ് ഓണം എന്ന് വേണം പറയാൻ. ആ ഒരു ആഘോഷത്തിന്റെ അല്ലെങ്കിൽ മലയാളിയുടെ ദേശീയോത്സവം എന്ന് പറയുന്ന ഏറ്റവും വലിയ ആഘോഷമായിട്ട് ആഘോഷത്തിനാണ് നമ്മൾ ഇന്നിവിടെ തൃപ്പൂണിത്തുറയില് തുടക്കം കുറിക്കുന്നത്. അത് ഞാൻ വേഗം മടങ്ങിയെത്താം. നമുക്ക് നവമിയുടെ കൂടെ 2 കലാകാരന്മാര് ചേരുന്നുണ്ട്. നമുക്ക് അവരുടെ വിശേഷങ്ങൾ കൂടി ഒന്ന് വേഗം കേട്ടിട്ട് ഞാൻ ആജ്ഞയിലേക്ക് മടങ്ങിയെത്താം. നവമി, ആരാണ് കൂടെ ചേരുന്നത്? ആര്യ, നങ്ങേലിയെയും പൂതനെ അറിയാത്ത മലയാളികൾ ഉണ്ടാവില്ല. നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് കേട്ട ഒരു കഥയാണ് നങ്ങേലി തൻ്റെ മകൻ കുഞ്ഞിനെ പൂതന കൊണ്ടുപോകുമ്പോൾ അതിനെ തിരിച്ചു കിട്ടാൻ വേണ്ടി ജീവൻ വരെ കണ്ണ് ദാനം ചെയ്യുന്ന കഥ. അപ്പോൾ ആ പൂതന 2 പേര് നമ്മളെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. കുറേ നാളായിട്ട് നോക്കി നടക്കായിരുന്നു. നമ്മളെയൊക്കെ കുഞ്ഞിലെ കേട്ട് പേടിച്ചൊരു കഥയായിരുന്നു പൂതന. ചേട്ടാ എവിടെ നിന്നാ വരുന്നത്? ഞങ്ങൾ തൃശ്ശൂരിന്റെ വടക്കാഞ്ചേരി അടുത്താണ്. വടക്കാഞ്ചേരി. എല്ലാ വർഷവും ഇവിടെ വരാം. പേര് ശിവൻ. സുധാകരൻ. ഇത് നിങ്ങളെ കുടുംബപരമായിട്ട് നമ്മൾ ഇങ്ങനെ തലമുറകളായിട്ട് കൈമാറി വന്നത്. ഇതിനെ കുറിച്ച് ഒന്ന് പറയാമോ? പൂതെന്ന് പറഞ്ഞാൽ നമ്മളെ അടിസ്ഥാന ഒരു കലാരൂപമാണ്. മറ്റേ അമ്പലങ്ങളിലായിട്ട് പാരമ്പര്യമായിട്ട് നടന്നുകൊണ്ടിരിക്കുക. വർഷം ഞങ്ങൾ അമ്പലത്തിൽ ഉത്സവങ്ങൾ വരുമ്പോൾ നടത്തിക്കൊണ്ടുപോകുന്ന ഞങ്ങളുടെ ഒരു സമുദായത്തിൻ്റെ ഒരു കലയാണിത്. തിറയും പൂതനും എന്നുള്ളത് ഞങ്ങൾ ആചാരമായിട്ട് നടത്തുന്നതാണ്.
നിങ്ങൾ രണ്ടുപേര് മാത്രമാണോ ഇന്ന് വന്നത്? അല്ലല്ല, ഞങ്ങളൊരു 10-15 പേര് വന്നിട്ടുണ്ട്. 15 പേര്. അപ്പൊ ഇവിടെ എത്ര അത്തച്ചമയത്തിന് എത്ര വർഷമായി വന്നു തുടങ്ങി? ഇവിടെ 2-3 വർഷമായി സ്ഥിരമായിട്ട് വന്നുകൊണ്ട്. സ്ഥിരമായിട്ട് 2-3 വർഷമായിട്ട് വരും. ഇത് വലിയൊരു ആഘോഷമാണല്ലേ? ഓണത്തിന് മുന്നോടിയായി അത്തച്ചമയം തന്നെയാണ് ആ ഒരു ദിവസം. ഇവിടുത്തെ ഓണം ഉത്സവങ്ങളൊക്കെ ഇനി തുടങ്ങാൻ പോകുന്നു. അപ്പൊ ഈ ഓണത്തോടനുബന്ധിച്ച് ഒരുപാട് പരിപാടികളൊക്കെ കിട്ടുമല്ലോ? ഉണ്ട്. ഇനി ഇപ്പൊ മണ്ണുത്തിയിലുണ്ട്, 7-ാം തീയതി പ്രോഗ്രാം ഉണ്ട്. ഈ ഒരു വേഷത്തെ പറ്റി ഒന്ന് പറയാമോ? ഇത് എത്ര ഓരോ പീസായിട്ടാണെന്ന് തോന്നുന്നു അല്ലേ? ഓരോന്നും ഇത് മാർത്താലി, ഇത് തോട് അരത്താലി, ഇത് പൊന്തി പരിശി എന്ന് പറയാം. ഇത് സങ്കല്പിച്ചിട്ട് ഉണ്ടാക്കുന്നതാണ്. ശരിക്കും പൊന്തി പരിശി ഇത് ഇങ്ങനെയല്ല. പിന്നെ ഞെറി അങ്ങനെയുള്ള, പിന്നെ കാലുകെട്ടി, അടിയിൽ കഞ്ച് കാലുകെട്ടി എന്ന് പറയും. അതിനടിയിൽ ചിലമ്പ്, പൊടിയട, അങ്ങനെയുള്ള സംഭവങ്ങളാണ്. അങ്ങനെ എല്ലാതും ഓരോന്നിനും ഓരോ പേരുകളും ഉണ്ട്. ചേട്ടനപ്പോ എത്ര വർഷമായി ഇത്? ഞാൻ അനവധി കാലങ്ങളായി. എനിക്ക് ഓർമ്മച്ച മുതൽ തുടങ്ങിയിട്ടുണ്ട്. ഓർമ്മച്ച കാലം മുതൽ തന്നെ ചെയ്യുന്നുണ്ട് അല്ലേ? ഇത് ഒരു വലിയ അനുഗ്രഹമായിട്ട് തന്നെ കാണുന്നുണ്ട്. ഇതുപോലെ ഇന്നത്തെ ഇതുപോലെ എത്ര കുട്ടികൾക്ക് ഈ ഒരു നങ്ങേലിയുടെ കഥ അറിയാം, പൂതനെ അറിയാമെന്ന് ചോദിച്ചാൽ അത് വലിയൊരു സംശയമായിരിക്കും. ഈ കാലഘട്ടത്തിൽ കുറച്ചാൾക്കാർ ഇത് മറന്നു പോയിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഞങ്ങൾ കുറച്ചാൾക്കാർ ഇത് സ്ഥിരം ഇത് ഈ കല നിർത്താതെ പാരമ്പര്യമായിട്ട് തുടർന്നുകൊണ്ട് പോവാണ്. നല്ല മുന്നത്തേക്കാൾ കൂടുതൽ ഇപ്പോൾ ചെറുപ്പക്കാരൊക്കെ ഇതിൽ വരുന്നുണ്ട്. അതിന് കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് ക്ലാസ് ഒക്കെ എടുക്കുന്നുണ്ടോ? ഞങ്ങൾക്ക് ഇത് പഠിക്കാണ്ട്. തൃശ്ശൂരിൽ നിന്ന് വടക്കാഞ്ചേരിക്ക് എത്തണം. മങ്ങാട് എന്ന് പറയും. അവിടെയാണ് ടൈം തെന്നൽ. അപ്പോൾ അതിലാണ് ഞങ്ങളൊക്കെ പോണത്. വേറെ എവിടെയൊക്കെ ഇതിന് വേണ്ടിയിട്ട് പോയിട്ടുണ്ട്? ഞങ്ങൾ ഇവിടെ തൃശ്ശൂർ തിറമകോത്സവം എന്ന പരിപാടി നടത്തിയിട്ടുണ്ട്. എല്ലാ അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട്. ലിംക ബുക്ക് റെക്കോർഡൊക്കെ കിട്ടിയ ആൾക്കാരാണ്. അത് എത്ര പേര് വെച്ചായിരുന്നു? അത് 500 കലാകാരന്മാർ വെച്ചിട്ട്. തൃശ്ശൂർ ആ റൗണ്ടിൽ വെച്ചിട്ട്. ഇവിടെ എപ്പോ എത്തി? ഇവിടെ ഞങ്ങൾ ഇന്നലെ എത്തി. അപ്പോൾ കാലത്ത് നേരത്തെ തുടങ്ങണം പറഞ്ഞ. അങ്ങനെ ആരും ഇത് പൂതനയുടെ വേഷം ആണ്. അത് ഇവിടെ ഒരു പാരമ്പര്യമായി അവർ ഇത് തുടർന്നു കൊണ്ടുവരുന്ന ഒരു കലാരൂപമാണ്. നേരത്തെ നമ്മൾ പടയണിയുടെ കാര്യം പറഞ്ഞതുപോലെ ഇതൊക്കെ മറഞ്ഞുകൊണ്ടിരിക്കുന്ന ഓരോ കലാരൂപങ്ങളാണ്. ഇതുപോലെയുള്ള ഉത്സവങ്ങളിൽ മാത്രമായിരിക്കും നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ ഓർക്കുകയും കാണുകയും ഒക്കെ ചെയ്യുന്നത്. അത് തുടർന്ന് കൊണ്ടുപോവുക, അല്ലെങ്കിൽ അടുത്ത തലമുറയ്ക്ക് പകർന്നു നൽകുക എന്ന് പറയുന്നത് ഇവർ ചെയ്യുന്ന വലിയ മഹനീയമായുള്ളൊരു കാര്യം തന്നെയാണ്. അതൊക്കെ നമ്മൾ അംഗീകരിച്ചേ മതിയാകും. എന്തായാലും പൂതനയുടെ വേഷം കെട്ടിയ ഇത് പാരമ്പര്യമായി ഈ ഒരു കലാരൂപവുമായി മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളുകളെയാണ് നമ്മളിപ്പോൾ കണ്ടത്. കാണാൻ തന്നെ നല്ല ഭംഗിയല്ലേ? ഒരുപാട് കളറുണ്ട്, പച്ച, മഞ്ഞ. അങ്ങനെ എപ്പോഴും നമ്മുടെ ഓരോ കലാരൂപങ്ങൾക്ക് ഓരോ ഭംഗിയാണ്, ഓരോ കളറാണ്. ആ കളർ തന്നെയാണ്, ഇത് തന്നെയാണ് നമ്മുടെ മനസ്സിനും ഒക്കെ സന്തോഷം നൽകുന്നത്. ഒപ്പം ഈ ചെണ്ടയുടെ ആൾക്കാർ ചെണ്ട എത്ര വർഷമായി ചേട്ടാ? ഞാൻ 25 വർഷമായി. 25 വർഷമായി. ഇവിടെ എത്ര നാളായി? ഇവിടെ ഒരു 5 വർഷമായി. 5 വർഷമാണ്. ഇതാണ് ഞങ്ങളുടെ മെയിൻ ആൾ. ഇതാണ് ആശാനല്ല, പ്രോഗ്രാം കോർഡിനേറ്ററാണ്. അപ്പൊ ചേട്ടാ ഇവിടെ അത്തച്ചമയത്തിന് വരുന്നത് വേറൊരു അത്തച്ചമയത്തിന് അത്യാവശ്യം കലാപരിപാടികളെല്ലാം അത്യാവശ്യം മുനിസിപ്പാലിറ്റി പറയുന്നതനുസരിച്ച് അത്യാവശ്യം ഇവിടെ ചെയ്തു കൊടുക്കാറുണ്ട്. 10-18 വർഷത്തിന് മേലായി പല പല ഐറ്റങ്ങളായിട്ട് പുതിയ ഐറ്റങ്ങളൊക്കെ പരിചയപ്പെടുത്താറുണ്ട്. ഇത്തവണ എന്തൊക്കെയാണ് ഏറ്റവും ശ്രദ്ധാകർഷമായത് ഓച്ചിറക്കാളയാണ്. അത് റോഡിൻ്റെ സൈന്യം കയറാൻ പറ്റാത്തതുകൊണ്ട് റോഡിൻ്റെ പുറത്തിട്ടുണ്ട്. കായംകുളത്തു നിന്നാണ് വന്നത്. വെറൈറ്റി ഐറ്റമാണ് പ്രാവശ്യം. അല്ലാതെ വേറെ ആൾക്കാർ എന്നെ കൂടെ പല ആൾക്കാരും നേരിട്ടുമൊക്കെ ഒത്തിരി ബുക്ക് ചെയ്തിട്ടുണ്ട്. എന്നാലും ഘോഷയാത്രയുടെ ഒരു വലിയ വിളംബരം തന്നെയാണ് തൃപ്പൂണിത്തുറ അത്താഘോഷം. ഞാൻ ജനിച്ചത് അമ്മൂടെ തൃപ്പൂണിത്തുറയിലാണ്. തൃപ്പൂണിത്തുറക്കാരൻ തന്നെയാണ്. അപ്പൊ ആഘോഷങ്ങൾക്ക് കുറച്ചുകൂടി ഒരു ഭംഗി കൂടും. ഇത്തവണ എത്ര രൂപങ്ങളുണ്ട്? അത് ഒത്തിരി കലാവുണ്ട്. എനിക്കത് വ്യക്തമായിട്ട് അറിയാൻ പറ്റില്ല. അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരെ ചോദിച്ചാൽ അറിയാൻ പറ്റുള്ളൂ. ഞാൻ അവരെ ഏൽപ്പിക്കുന്നൊരു കോർഡിനേറ്റർ എന്ന് മാത്രമേ ഉള്ളൂ. ഒരുപാട് സന്തോഷം. പൈലറ്റ് അനൗൺസ്മെന്റ് ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. അതാണ് നമ്മുടെ ഒരു വൈബ്. ചേട്ടനെ കാണുമ്പോൾ തന്നെ നമുക്ക് വലിയ എനർജി ആട്ടോ, വലിയ വൈബാണ്. ചേട്ടാ എവിടെന്നാ വരുന്നത്? ഞാൻ അരേക്കാവ്. അതായത് എറണാകുളം ഡിസ്ട്രിക്റ്റ്. രാവിലെ നിങ്ങൾ എത്ര പേരായിട്ടാ വന്നത്? ഞങ്ങൾ 4 പേര്. ഞങ്ങൾ ടീം മൊത്തം ഉണ്ട്. ഇവിടെ 10-20 പേരുണ്ട്. പല ടീമിന്റെ കൂടെയാണ് നിൽക്കുന്നത്. ഇന്നത്തെ സ്പെഷ്യൽ എന്താണ്? ശിങ്കാരിമേളം. ഡാൻസ് ഒക്കെ റെഡി ആയിട്ടിരിക്കും.
ഞങ്ങളൊരു 9 മണിയാകുമ്പോൾ അറിയാം. 9 മണി. അപ്പൊ ഞാൻ ഒന്നുകൂടി വരും. വരണം. വൈബിലൊരു ആയിക്കോട്ടെ. ഓക്കെ ഓക്കെ ഓക്കെ. കാര്യം അതാണ് ഇവിടെ എല്ലാവർക്കും ഓരോ വൈബ് തന്നെയാണ്. ഏത് മൂഡ്, ഓണം മൂഡ് എന്ന് പറയില്ലേ, ആ മൂഡിലേക്ക് തൃപ്പൂണിത്തറ എത്തിക്കഴിഞ്ഞു, മലയാളികൾ എത്തിക്കഴിഞ്ഞു. അങ്ങനെ നിരവധി കലാരൂപങ്ങൾ ഒപ്പം ചെണ്ടമേളം, അങ്ങനെ എല്ലാവരും ഇവിടെ ഓരോരുത്തരായിട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. 9 മണിയോടുകൂടി ഇവരെല്ലാവരും നിറയെ നമുക്ക് കുറച്ചുള്ള ഇവിടുത്തെ നാട്ടുകാരാണെന്ന് തോന്നുന്നു. അല്ലല്ല, അടുത്തല്ലേ, ഞങ്ങൾ ഇച്ചിരി ദൂരെ. എവിടുന്നാ വരുന്നത്? ഞങ്ങൾ തേവരന്നാണ് വരുന്നത്. രാവിലെ ഇങ്ങനെ എത്തി ഇത് കാണാൻ വേണ്ടി. തിരക്കാതിന് മുമ്പ് എത്തിയത്. അപ്പൊ കുറച്ച് കഴിഞ്ഞിട്ട് പോവോ അതോ ഇത്? ഇല്ല, കുറച്ച് കഴിഞ്ഞിട്ടേ പോവുള്ളൂ. ഞങ്ങൾ വൈകുന്നേരത്തോടെ വീട്ടിലെത്തുള്ളൂ. എല്ലാ വർഷവും വരാറില്ല? ഇല്ല, കുറച്ച് വർഷമായി വന്നിട്ട്. അപ്പൊ ഒന്ന് കാണണമെന്ന് തോന്നിയിട്ട് വന്നത്. അതെ, അങ്ങനെ തന്നെ. 20 വർഷം മുമ്പ് ഇവിടെ എല്ലാ വർഷവും വരുമായിരുന്നു. ഇപ്പൊ വന്നിട്ടില്ല. അങ്ങനെ ഓണമൊക്കെ എന്തായി? ആരംഭം. അത്തച്ചമയം അത് വേറൊരു ഭംഗി തന്നെയാണ്. അതെ, അത് ഈ നാടിന്റെ പ്രത്യേകത തൃപ്പൂണിത്തുറയുടെ. നേരിട്ട് കാണാൻ വേണ്ടി എല്ലാ കൊല്ലം പറയും, TV-ലുണ്ടല്ലോ, പിന്നെ എന്തിനാ പോണേന്ന് പറയും. അപ്പോൾ ശാരീരികമായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടുള്ള ആളാണ്. അപ്പൊ ഇന്ന് ഈ കൊല്ലം ഏതായാലും കാണാന്ന് വിചാരിച്ചു. അടുത്ത കൊല്ലം നമ്മൾ ഉണ്ടാവുമെന്ന് അറിയില്ലല്ലോ. അതൊക്കെ ഉണ്ടാവും ഇനിയുള്ള കൊല്ലങ്ങളിലൊക്കെ. അല്ല, എന്നാലും അങ്ങനെ രാവിലെ പോകുന്നത് ഞങ്ങൾ. TV-യിൽ കാണുന്നതിനെക്കാട്ടി ഭംഗിയാണല്ലേ നേരിട്ട്? അതെ, അതുകൊണ്ടാണ് ഞങ്ങൾ വന്നത് നേരിട്ട് കാണാൻ. ആര്യ, എന്തായാലും TV കാണുന്നതിനെക്കാട്ടി ഭംഗി നേരിട്ട് കാണാനുണ്ട് എന്നറിഞ്ഞത് കൊണ്ട് തന്നെ അല്പം വയസ്സായിട്ടുള്ള ഒരു അമ്മയും അച്ഛനാണ് അവരിവിടെ എത്തി. എന്തായാലും ആരെയൊക്കെ മിസ് ചെയ്യും. അടുത്ത അത്തച്ചമയത്തിനെങ്കിലും ഉറപ്പായിട്ടും തൃപ്പൂണിത്തറയിൽ വരണം. ഈ അത്തച്ചമയം നേരിട്ട് കാണണം. അത് വേറൊരു ഭംഗി തന്നെയാണ്. നമ്മൾ TV കാണുന്ന പോലത്തെ ഭംഗിയല്ല. എന്തായാലും അങ്ങനെ ഒരുപാട് കലാരൂപങ്ങൾ ഇവിടേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ വേറെ ഒരു കലാരൂപം. ചേട്ടാ, ഇത് ഏതാ? തിറയാട്ടം. വള്ളവനാടൻ തിറ എന്ന് പറയും. തിറയാട്ടം അടുത്തൊരു കലാരൂപത്തെ നമ്മൾ കണ്ടെത്തിയിരിക്കുകയാണ്. ചേട്ടൻ ഇതിന്റെ ഓണറാണ്. എവിടെന്നാ ചേട്ടാ വരുന്നത്? തൃശ്ശൂർ ജില്ല, എരുമപ്പെട്ടി, മങ്ങാട്. എല്ലാ വർഷവും ഇവിടെ എത്താറുണ്ട്? അതാ, ഞങ്ങൾ ഒരു 5 വർഷം മുന്നേ ഒരു 2 വർഷം വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോഴാണ് വരുന്നത്. പാട്ടുണ്ടോ? പാട്ടില്ല. ഇല്ല, കൊട്ടാണ്. പറ എന്ന് പറഞ്ഞ മേളത്തിനോട് ആ മേളത്തിന്റെ താളത്തിനനുസരിച്ച് ഞങ്ങൾ കളിക്കും. നിങ്ങൾ എത്ര വർഷമായി ഇത് ചെയ്യാൻ തുടങ്ങി? ഇത് കാലങ്ങളായിട്ട് അച്ഛനപ്പന്മാരായിട്ട്. 2 സ്റ്റെപ്പ് വെക്കാൻ പറ്റുമോ ഇപ്പോ? ഭക്ഷണം കഴിച്ചിട്ടില്ല. ശരി. അപ്പൊ എല്ലാരും തൃശ്ശൂർക്കാരെ തന്നെയാണ്. എത്ര പേരായിട്ടാ വന്നിപ്പോ? 20 പേരായിട്ടാണ്. ഇതിന്റെ ഒരു ഐതിഹ്യം അല്ലെങ്കിൽ ഇതിനെ കുറിച്ച് ഒന്ന് പറയാമോ? ഇത് മറ്റേ പാലക്കാട് ജില്ലയുടെ വള്ളുവനാട്ടിലത്തെ പ്രധാന ചടങ്ങാണ്. ദേവീക്ഷേത്രത്തിലത്തെ നമ്മുടെ വീട്ടിൽ നിന്ന് മറ്റേ പൂരായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ എല്ലാ വീട്ടുകളിലും നമ്മൾ കയറി ഇറങ്ങിയിട്ട് അമ്പലത്തേക്ക് കൊണ്ടുപോകും. അങ്ങനത്തെ ഒരു ചടങ്ങാണിത്. ദേവീക്ഷേത്രത്തിലത്തെ മെയിൻ ചടങ്ങ്. തിറയും പൂതനും എന്നാണ് പറയാ. പൂതന്മാര് 2 ആൾ ഭക്ഷണം കഴിക്കുന്നുണ്ട്. പൂതന്മാരെ നമ്മൾ നേരത്തെ കണ്ടായിരുന്നു. അവരോട് വിശേഷങ്ങളൊക്കെ ചോദിച്ചായിരുന്നു. അപ്പൊ തിറയുടെ ആളുകളാണ് ഇവിടെ വന്നത്. ഇവര് ഫുൾ മഞ്ഞ നിറത്തിലാണ്. അർജുൻ, സന്തോഷ്. ഇവിടെ ആദ്യമായിട്ടാണ് അതോ കഴിഞ്ഞ വർഷങ്ങളൊക്കെ വന്നിട്ടുണ്ടോ? അടിപൊളി. റെഡിയാണ്. ഫുഡൊക്കെ കഴിച്ചോ? ഇല്ല, കഴിക്കാൻ പോണു. കഴിച്ച് വേഗം റെഡി ആയിട്ടിരിക്കും. നമ്മളെല്ലാം പ്രേക്ഷകർ കാത്തിരിക്കുകയാണ് നിങ്ങളെ കാണാൻ. അങ്ങനെ തിറ മറ്റൊരു കലാരൂപത്തെ നമ്മൾ കണ്ടു. തിറ ചെയ്യുന്ന ചേട്ടന്മാരാണ്. എല്ലായ്പ്പോഴും കണ്ടുവരുന്ന കലാരൂപങ്ങളല്ല നവമി. അതിനപ്പുറമുള്ള ഒരുപാട് കാഴ്ചകൾ നമ്മളിപ്പോൾ കണ്ടു. നേരത്തെ ഈ തിറയുമായി ബന്ധപ്പെട്ട് തന്നെ നമ്മളിപ്പോൾ കണ്ടില്ലേ, ആ കവിതയെ അനുസ്മരിപ്പിക്കുന്ന ആ ഒരു കലാരൂപം. അത് അങ്ങനെയുള്ള കലാരൂപങ്ങളൊക്കെ ഈ ക്ഷേത്രാചാരവുമായി ബന്ധപ്പെട്ടുണ്ട് എന്നുള്ളത് പലർക്കും അറിയാത്ത കാര്യമാണ്. ഞാനും ഇപ്പം വളരെ അത്ഭുതത്തോടു കൂടിയാണ് കണ്ടത്. നവമി സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ആഘോഷങ്ങളും ഈ ഒരുക്കമൊക്കെ കണ്ട് എനിക്കും അങ്ങോട്ട് വരാൻ തോന്നുകയാണ്. ശരിക്കും മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ, നവമി സൂചിപ്പിച്ചതുപോലെ തന്നെ. അപ്പോൾ അടുത്ത വർഷമെങ്കിലും അവിടേക്ക് വരാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിക്കുന്നതായിരിക്കും. കഴിഞ്ഞ വർഷം ഒക്കെ ഈ നമ്മുടെ TV സ്ക്രീനുകളിലൂടെയൊക്കെ കണ്ട് അങ്ങനെ പ്ലാൻ ചെയ്ത് ഇത്തവണ തൃപ്പൂണിത്തുറയിലേക്ക് ഈ ആഘോഷങ്ങളൊക്കെ കാണാൻ
വേണ്ടി എത്തിയിട്ടുള്ള ഒരുപാട് ആളുകൾ ഉണ്ടാവും ഉറപ്പായിട്ടും. അപ്പോൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരും വിചാരിക്കുന്നുണ്ടാവും അടുത്ത വർഷമെങ്കിലും എനിക്ക് ഈ അത്തച്ചമയ ആഘോഷങ്ങളൊക്കെ കാണാൻ വേണ്ടി അങ്ങോട്ട് വരണമെന്ന്. നമുക്ക് ആജ്ഞയോടുകൂടി ഒന്ന് ചോദിച്ചു നോക്കാം. ആജ്ഞ, ഇപ്പോൾ നവമി പറഞ്ഞതുപോലെ തന്നെ ഓണം മൂഡിലേക്ക് നമ്മളിങ്ങനെ എത്തിയിരിക്കുകയാണ്. അപ്പം ആജ്ഞയുടെ ഒരു ആഘോഷങ്ങളും അവിടേക്ക് എത്തിയതിന് ശേഷമുള്ളൊരു മൂഡും, ഓണം മൂഡിലേക്ക് എത്തിയോ? പൊളി മൂഡിലേക്ക് എത്തിയോ? തീർച്ചയായിട്ടും അറിയാം. നവമി പറഞ്ഞതുപോലെ ആരെയും അടുത്ത പ്രാവശ്യം അങ്ങോട്ട് പോരേന്നതെന്ന് പറയുന്നത്. പക്ഷെ അവിടെ അത്തച്ചമയം വായിക്കാൻ ആരുണ്ടാകുമെന്നുള്ളൊരു ചോദ്യം കൂടി ഉണ്ട്. കഴിഞ്ഞ വർഷമാണ് ആരൊക്കെ അറിയാം, കഴിഞ്ഞ വർഷമാണ് ഞാൻ തീർച്ചയായിട്ടും അതിനെപ്പറ്റി ആലോചിക്കാം. നേരത്തെ ആലോചിച്ചിരുന്നെങ്കിൽ ഇപ്പൊ ഇവിടുന്ന് ചെയ്യായിരുന്നു. നമ്മള് ഇവിടെ ഉള്ളത് കാവടിയാണ്. ഇത് കണ്ടോ, നമ്മുടെ വളരെ കളർഫുൾ ആയിട്ടുള്ള ഐറ്റമാണ്. നമുക്ക് അറിയാം പൂക്കൾ അല്ലെങ്കിൽ നിറങ്ങളുടെ ഉത്സവമാണ് ഓണാഘോഷം എന്ന് അറിയാം. അത് തന്നെ നേരത്തെ വായിച്ച് ഒരു അറിവായിരുന്നു. പൂക്കളം എന്ന് പറയുന്നത് നമ്മുടെ നാഷണൽ ഇന്റഗ്രേഷന്റെ ഒരു സിമ്പൽ കൂടിയാണ്. ഓരോ വിഭാഗവും എങ്ങനെ രാജ്യത്തെ റെപ്രസെന്റ് ചെയ്യുന്നു എന്നുള്ളതിന് കൃത്യമായ ഉദാഹരണമായിരുന്നു പൂക്കൾ. ബോർഡറിൽ അല്ലെങ്കിൽ അതിന്റെ ഭംഗിയിൽ നിലനിൽക്കുന്ന, അതിന്റെ ഐക്യത്തോടെ നിലനിൽക്കുന്ന ഒരു നല്ല റെപ്രസെന്റേഷൻ ആണ് പൂക്കളം എന്ന്. ആജ്ഞ, ഇടപെടുന്നതിൽ ഒന്ന് ക്ഷമിക്കണം, മൈക്കിനൊരു ചെറിയ ഇഷ്യൂ ഉണ്ട്. ആ ഓഡിയോ ഇങ്ങോട്ട് എത്തുന്നതിൽ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്, അതുകൊണ്ട് മാത്രമാണ് ഇടപെട്ടത്. ആജ്ഞയിലേക്ക് ആ കലാകാരന്മാരിലേക്കും എത്താം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. നല്ല പ്രായമുള്ള ഒരു അപ്പാപ്പൻ പോലും ലാലേട്ടൻ വിളിക്കുന്നത് ഏട്ട അല്ലെങ്കിൽ ഏട്ടനാണ്, ലാലേട്ടനാണ്. അതെന്റെ പേരായി മാറി. ഹൃദയപൂർവ്വം ഇച്ചാക്കാന്ന് വിളിക്കുന്നത് നമ്മുടെ സ്വന്തം മമ്മൂക്ക. ഏറ്റവും അടുത്ത ഒരാളിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതിൽ എന്താ കുഴപ്പം? ഞാനാണ് ഇത് എഴുതിയിരിക്കുന്നത്, എന്റെ ഹാൻഡ് റൈറ്റിംഗ് ആണ്. ദൃശ്യം 3ന്റെ അപ്ഡേറ്റ് എന്താണ് ലാലേട്ടൻ? അപ്പൊ നമുക്കറിയാം മലയാളത്തിൽ കഥ കേൾക്കണം. കഥ കേൾക്കണ്ട. മുണ്ട് മടക്കി കുത്തി മീശ പിരിച്ചു എന്നാണ് ഞങ്ങൾ ലാലേട്ടനെ കാണുന്നത്. എത്രയോ സിനിമകളുണ്ട്, പഴയ സിനിമകൾ തന്നെ എടുത്ത് കണ്ടാ പോലെ. അല്ല, വീണ്ടും കാണുക. അതറിയില്ല, അങ്ങനെ കഥാപാത്രം വരട്ടെ. അയ്യോ, എനിക്കൊന്നും ഭയങ്കര കണ്ണൊക്കെ പൊത്തി കാതൊക്കെ പൊത്തി. കണ്ണ പൊത്തിയതല്ല, ആരെങ്കിലും മൈക്ക് കൊണ്ട് കണ്ണിലിരിക്കുമെന്ന് എഴുതിയിട്ടുണ്ട്. എന്താണ് ലാലേട്ടൻ ഈ സ്ത്രീകൾക്ക് ലാലേട്ടനോട് ഇത്ര ഒരു താല്പര്യം? അവരുടെ ഒക്കെ മനസ്സിലൊരു ഭർത്തൃസങ്കല്പ ആവാനാണ്. സംഭവിച്ചിട്ട് കുറച്ച് നാളായി, ഒരു 3-4 മാസത്തിന് മേലേക്ക് ആയിട്ടുണ്ട്. ഒരിക്കൽ മാത്രമേ ഇങ്ങനൊരു മിസ്ബിഹേവിയർ ഉണ്ടായിട്ടുള്ളൂ, അതോ ഇത് തുടർച്ചയായിട്ട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ആദ്യമൊക്കെ തുടർച്ചയായി തന്നെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇയാൾക്കെതിരെ പല ആരോപണങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അയാൾ പിന്നീട് കോണ്ടാക്ട്സ് കുറച്ചിട്ടുമുണ്ട്. പിന്നെ ഇന്ന് രാവിലെ ഉൾപ്പെടെ എനിക്ക് കോൾ ചെയ്തിട്ടുണ്ട്. കാരണം അയാൾ പേടിക്കുന്നു, ഭയക്കുന്നു എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഇത് പുറത്ത് പറയുമ്പോൾ ഇങ്ങനെയുള്ള അയാൾക്ക് ചിലതര വൈകൃതങ്ങളാണ്. അയാളുടെ അടുത്ത് പബ്ലിക്കായിട്ടാണ്, മീൻസ് ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വന്നിട്ടാണ് ഡിസപ്പാറിങ് മെസ്സേജ് ആണ്. അതെനിക്ക് സ്ക്രീൻഷോട്ട് പോലും എടുക്കാൻ പറ്റില്ല. ഇന്നലെ ആ യുവനടി വെളിപ്പെടുത്തിയതുപോലെ തന്നെ ഇയാള് അയക്കുന്ന മെസ്സേജ് സ്ക്രീൻഷോട്ട് പോലും എടുക്കാൻ പറ്റാത്ത രീതിക്കുള്ള മെസ്സേജുകളാണ് അയക്കുന്നത്. അപ്പോൾ അയാൾ എൻ്റെ അടുത്ത് ചോദിച്ചത് നിന്നെയൊക്കെ അയാൾക്കുള്ള വൈകൃതം എന്ന് പറഞ്ഞ് നിന്നെ എനിക്ക് റേപ്പ് ചെയ്യണം എന്നാണ് അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞത്. അത് ഇവിടെയല്ല, നമുക്ക് കേരളത്തിന് വെളിയിലുള്ള ഏതെങ്കിലും ഹോട്ടലുകളിൽ ബാംഗ്ലൂരോ ഹൈദരാബാദോ ആണ് അയാൾ സജക്ഷൻ ചെയ്ത 2 ഹോട്ടലുകൾ. അവിടെ നമുക്ക് പോകാം, ഇവിടേക്ക് ഇങ്ങനെ ഇതായാൽ ആളുകൾ കാണും, ഒന്നാമത് ഞാനും ഇങ്ങനെയൊക്കെ നിൽക്കുന്ന ആളാണ് എന്നൊക്കെ പറഞ്ഞാണ് എൻ്റെ അടുത്ത് സംസാരിച്ചത്. നിങ്ങളപ്പോ എന്ത് മറുപടിയാ പറഞ്ഞത് ഈ രീതിയിൽ സംസാരിച്ചപ്പോ ഞാൻ മറുപടി ഒന്നും പറഞ്ഞിട്ടില്ല, മാത്രമേ വേണ്ടിയിട്ടുള്ളൂ. കാരണം വെച്ചാൽ നമുക്കറിയാം, എനിക്ക് ഇങ്ങനെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന വ്യക്തിയാണ്, മാത്രമല്ല സമൂഹത്തിൽ ഒരു MLA ആണ്. അപ്പോൾ ഇയാളുടെ അടുത്ത് ഏത് രീതിയാണ് പ്രതികരിക്കണ്ടേ എന്നുള്ളൊരു കൺഫ്യൂഷൻ എനിക്ക് ആ സമയത്ത് ഉണ്ടായിരുന്നു. പ്രതികരിച്ചാൽ ചിലപ്പോൾ എന്തായിരിക്കും അവസ്ഥയെന്നും ഞാൻ ഭയന്നിരുന്നു. കാരണം ഇനി ഉണ്ടാവുന്ന ഭവിഷ്യത്തുകൾ ഇപ്പം അറിയാമല്ലോ, ഒരാൾ പ്രതികരിക്കുമ്പോൾ അയാൾക്ക് നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങൾ സമൂഹത്തിൽ നിന്നും മാത്രമല്ല സൈബർ ഇടങ്ങളിൽ അറ്റാക്കും, ഇയാളുടെ കൂട്ടാളിയിൽ നിന്നൊക്കെ വല്ല പ്രശ്നങ്ങളും നേരിടാൻ സാധ്യതയുണ്ട്. ഇതിനെപ്പറ്റി ഒരു സൂചന ലഭിച്ചിട്ടായിരുന്നു ഞാൻ നേരത്തെ ഒരാഴ്ച മുമ്പ് നിങ്ങളെ വിളിച്ചത്. ഞാൻ നിങ്ങളെ വിളിച്ച കാര്യം ഉടൻ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലും അദ്ദേഹത്തിന്റെ വിശ്വസ്തരും അറിഞ്ഞു. ഉടൻ തന്നെ എന്നെ ഫോണിൽ ബന്ധപ്പെട്ടു.
തേജോവധം ചെയ്യാനുള്ള ശ്രമമാണ് നടക്കുന്നത് എന്നാണ് എനിക്ക് നൽകിയ മറുപടി. അപ്പോൾ ഞാനായിട്ടത് പറയുന്നില്ല, നിങ്ങളായിട്ട് അതുമായി രംഗത്ത് വരട്ടെ എന്നോർത്താണ് ഞാനൊന്ന് സംസാരിക്കാതിരുന്നത്. പിന്നീട് എനിക്ക് ആ സമയത്ത് ഉൾപ്പെടെ എനിക്ക് ഭയമായിരുന്നു. കാരണം ഇത് പ്രതികരിച്ചു കഴിഞ്ഞാൽ അതിന്റെ ആഫ്റ്റർ എഫക്ട് എന്താണെന്ന് നമുക്ക് അറിയത്തില്ല. കാരണം അയാൾ ഒരു സമൂഹത്തിന് മുഖ്യധാരയിൽ നിന്ന് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഒരു വ്യക്തിയാണ്. അയാൾ ഇങ്ങനെ ഒരു ആരോപണ വിധേയമാകുമ്പോൾ അയാൾ തിരിച്ച് നമ്മളെ ഏത് തരത്തിലാണ് ആക്രമിക്കാൻ പോകുന്നത്, അല്ല അയാളുടെ കൂട്ടാളികൾ ഏത് തരത്തിലാണ് നമ്മൾ സൈബർ ഇടങ്ങളിൽ ആക്രമിക്കാൻ പോകുന്നത്, നമുക്ക് മീൻസ് കൺഫ്യൂസ്ഡ് ആയി നിൽക്കുന്ന സ്റ്റേജാണത്. പിന്നെ എനിക്കും പേടിയുണ്ട്. ഞാനും അയാളെ ഭയന്നിരുന്നു, ഇതൊക്കെ പുറത്തു വന്നാൽ നാളെ എന്താവും ഇഷ്യൂ എന്ന്. ഞാനും ആരെങ്കിലും ഒക്കെ പുറത്ത് പറയട്ടെ എന്ന് കാത്തിരിക്കുവായിരുന്നു. നിങ്ങൾ ആരോടെങ്കിലും ഔദ്യോഗികമായി ഈ സംഭവങ്ങൾ അറിയിച്ചിട്ടുണ്ടോ? പാർട്ടി ഏതെങ്കിലും നിങ്ങൾ ഉൾപ്പെട്ട് നിൽക്കുന്ന, ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങളൊരു രാഷ്ട്രീയ പാർട്ടിയുടെ സംഘടനയുമായി, ട്രാൻസ്ജെൻഡർ സംഘടനയുമായി ബന്ധപ്പെട്ടാണ് നിൽക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ പാർട്ടിയെ ഔദ്യോഗികമായി അറിയിച്ചിട്ടുണ്ടോ ഈ കാര്യം? ഞാൻ നിലവിൽ ഇത് പാലക്കാട് BJPയുടെ ജില്ലാ അധ്യക്ഷനെ ചേട്ടൻ്റെ അടുത്ത് ഇങ്ങനെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇത്തരം കാര്യങ്ങൾ എനിക്ക് രാഹുലിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. തെളിവുകളടക്കം അദ്ദേഹത്തിന് കൈമാറിയിട്ടുണ്ടല്ലേ? തെളിവുകൾ ഇവൻ നശിപ്പിക്കുകയാണ് ചെയ്തത്. തെളിവുകളൊന്നും തന്നെ ഇല്ല. ഇന്ന് രാവിലെ വിളിച്ചതിന്റെ സ്ക്രീൻഷോട്ടുകളുണ്ട്. ഇന്ന് രാവിലെ എന്നെ കുറെ പ്രാവശ്യം കോൾ ചെയ്തതിന്റെ സ്ക്രീൻഷോട്ടും അത് എനിക്ക് തോന്നുന്നു ഇവൻ ഇന്ന് ഞാൻ പുറത്ത് വിടും, ഞാൻ പുറത്ത് പറയും എന്നുള്ള ഭയന്നിട്ടായിരിക്കും ഇന്ന് എന്നെ വിളിച്ചേക്കണത്. അതും എൻ്റെ കയ്യിലുണ്ട്. മാത്രമല്ല ഇത് മുന്നേ അയച്ച ഡിയർ എന്നൊക്കെ പറഞ്ഞ ഹായ് ഹോയ് മെസ്സേജസ് മാത്രമേ ഉള്ളൂ. ഓക്കെ ഓക്കെ ശരി. അപ്പൊ നിങ്ങളുടെ എന്താണ് തുടർ നടപടി? നിങ്ങൾ ഇതിൽ എന്തെങ്കിലും രേഖാമൂലം പരാതി നൽകുമോ? ഇല്ല, ഇത് സമൂഹം അറിയണമല്ലോ. കാരണം ഇയാളുടെ ലൈംഗിക വൈകൃതങ്ങളൊക്കെ സമൂഹം അറിയേണ്ടതായിട്ടുണ്ട്. ഒരു സമൂഹം വെൽക്കം ബാക്ക് എല്ലാ പ്രേക്ഷകർക്കും വീണ്ടും രാവിലെയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഓണം മൂഡ് സെറ്റ് ചെയ്യാല്ലേ, ഒരിക്കൽ വീണ്ടും നമുക്ക് തൃപ്പൂണിത്തുറയിലേക്ക് തന്നെ പോകാം. ആജ്ഞ നമുക്കൊപ്പം ചേരാൻ വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. അവിടെ നിന്ന് ആജ്ഞ, നമ്മൾ പറഞ്ഞു വന്നത് ഈ അമ്മൻകുടൻ നടത്തുന്ന കലാകാരന്മാരെ കുറിച്ചാണല്ലേ. ഈ ഘോഷയാത്രകളുടെ എല്ലാം ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് എപ്പോഴും ഈ അമ്മൻകുടം, കാവടി, ഫ്ലോട്ടുകളും ഒക്കെ ആയിരിക്കുമല്ലോ. നമുക്ക് അവരുടെ വിശേഷങ്ങളിലേക്ക് കടക്കാമെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും ആര്യ ഒരു കാര്യം കൂടി, അമ്മൻകുടം എന്ന് പറയാൻ ഞാനും ആര്യ അടങ്ങുന്ന നാട്ടുകൂട്ടമാണ് ഇങ്ങനെ പറയുന്നത് കേട്ടോ. കാരണം വെച്ചാൽ ഇവരിതിനെ കാവടി എന്ന് തന്നെയാണ് പറയാറ്. ഞാൻ ആദ്യം ചോദിച്ചു അമ്മൻകുടം എന്നല്ല ഇതിന്റെ പേരെന്ന് ചോദിച്ചപ്പോ പറഞ്ഞു അല്ല കാവടിയാണ് എന്ന് പറഞ്ഞു. എന്തായാലും ഇത് വലിയ ഒരു എഫേർട്ടാണെന്ന് നമുക്ക് മനസ്സിലാവും. എനിക്ക് ഇതൊരാളാണ്, ഒരാൾ തനിച്ചാണ് ഇത് ഉയർത്തിയെടുക്കേണ്ടത്. എനിക്കൊന്ന് ഈ ഒരു ബഞ്ച് പോലും തനിയെ നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റത്തില്ല. പക്ഷെ ഇതൊരു നിരന്തരം പ്രാക്ടീസിന്റെ ഭാഗമായിട്ടുള്ളതാണ്. എന്തായാലും ഇതിന്റെ പിന്നിലുള്ള ആളുകളൊക്കെ നമ്മളോടൊപ്പം ഉണ്ട്. ചേട്ടാ, ഇത് എത്ര കാലത്തെ പ്രാക്ടീസാണ് ഇതുപോലെ ഒരു കാവടി എടുക്കാൻ? ഇതിപ്പോ വർഷങ്ങളായിട്ട് ഞങ്ങൾ ചെയ്യാറുള്ളതാണ്. പുതുതായിട്ട് വരുന്ന ഒരാളെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുവാണോ? പ്രാക്ടീസ് ചെയ്യും. ഇത് ത്രൂ ഔട്ട് ഈ ഘോഷയാത്ര മുഴുവൻ ഉയർത്തിക്കൊണ്ട് നിൽക്കേണ്ട ഒരു സാഹചര്യമില്ലേ? അപ്പൊ അതിനുള്ളൊരു എന്താ പറയുക, ഫിസിക്കലി ഉള്ള ഒരു പ്രശ്നങ്ങളൊക്കെ, ശാരീരിക പ്രശ്നങ്ങൾ അങ്ങനെ ഉണ്ടാവാറില്ല. അങ്ങനെയാണെങ്കിൽ തന്നെ ഞങ്ങൾ രണ്ടുപേരുണ്ടാവും. അപ്പൊ അടുത്ത ആൾക്ക് കൈമാറും. ഇതെങ്ങനെയാണ് മേക്ക് ചെയ്യുന്നത്? എത്ര ദിവസം എടുക്കും ഒരെണ്ണം കംപ്ലീറ്റ് ചെയ്യാൻ? ഒരെണ്ണം കംപ്ലീറ്റ് ചെയ്യുന്നത് ഒരു 3 മണിക്കൂർ 4 മണിക്കൂറൊക്കെയാണ് ഞങ്ങൾക്ക് ടൈം ഉള്ളൂ. അതായത് ഈ ഒരു ഇതിനെന്തെങ്കിലും തീമുണ്ടോ? ഇങ്ങനെ ഫ്ലൂറസെന്റ് കളർഫുൾ ആയിരിക്കുക എന്നത് മാത്രമേ ഉള്ളൂ? അതല്ലെങ്കിലും കളർഫുൾ ആയിരിക്കണം. എല്ലാ ഇത്തവണ ഫ്ലൂറസെന്റ് കളേഴ്സ് ആണല്ലോ കൂടുതലും. അപ്പൊ ഇതിൽ ബാക്കിയുള്ളവരെ കൂടി വിളിക്കും. അപ്പൊ ഇവരുടെ ഒരു പ്രാക്ടീസും. ചേട്ടാ ഒന്ന് വന്നേട്ടെ, നിങ്ങൾ എത്ര കാലമായി ഇതില് നിൽക്കാൻ തുടങ്ങിയിട്ട്? എല്ലാവർക്കും ഒരു നാണമുണ്ട് കേട്ടോ. പ്രത്യേകിച്ച് കലാകാരന്മാരാണെങ്കിലും ഈ എന്താ പറഞ്ഞേ, ക്യാമറ ഫേസ് ചെയ്യാനൊരു നാണമുണ്ട്. എന്തായാലും നമ്മളോട് ചേട്ടൻ തന്നെയാണ് കൂടുതൽ ഈ കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. എവിടെ നാട് എവിടെയാണ്? നാട് വാഴക്കുളം. ഇവിടെ തന്നെയാണ്, കൊച്ചി തന്നെയാണ്. അപ്പോ ഈ ഒരു, അതായത് നിങ്ങൾ എല്ലാവരും ഇതിന് ഈ ഒരു ഒരുക്കത്തിലേക്ക് വരാൻ എത്ര ദിവസം തയ്യാറെടുപ്പ് നടത്തിയിട്ടുണ്ട്? ഞങ്ങളിപ്പോ വന്നിട്ട് ഏതാണ്ട് ഒരു 10-15 വർഷമായി വന്നിട്ട്. 15 ദിവസമായി ഇവിടെ? 15 ദിവസം വർഷമായി ഫീൽഡിൽ വന്നിട്ട്? ഫീൽഡിൽ വന്നിട്ട് 15 വർഷമായി. ഇന്ന് രാവിലെ വന്നത്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് വേറെ പ്രോഗ്രാം ഉണ്ട്. ഇത് ഇവിടെ വന്നിട്ടല്ലേ ഒരുക്കാറ്? അതെ, എക്യുപ്മെന്റ്സ് എല്ലാം വണ്ടി കയറ്റി കൊണ്ടുവരും. എന്നിട്ട് ഇവിടെ അന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മളത് പരിപാടി. അതാ ഞാൻ ചോദിച്ചത്, ഇതിൽ ഒരെണ്ണം തീരാൻ എത്ര സമയം എടുക്കുമെന്ന്? ഒരെണ്ണം തീരാൻ ഇപ്പൊ ഒരു 10 മിനിറ്റൊക്കെ ഉള്ളൂ. നമ്മള് മകുടം എടുത്ത് വെച്ച് കെട്ടി സെറ്റാക്കാനുള്ളൂ. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. വലിയ ഭാരമുള്ളതാണോ? ഭാരമുണ്ട്.
75 കിലോ വരും. അത്രയും, അതായത് ഇതൊരു 2-3 മണിക്കൂർ എടുക്കുമല്ലോ ഘോഷ. അത്രയും സമയം എന്നുള്ളത് ഹാൻഡ് ഓവർ ചെയ്ത് മറ്റൊരാളോട് വന്നു ഈ രണ്ടാളുണ്ടാവും. ഈ രണ്ടാള് കൈമാറി അറിയാ. അതാണ് നമുക്ക് ഇത് കളർഫുൾ ആണെന്നും കണ്ണിന് സന്തോഷം തരുന്നതും കാഴ്ചയിൽ സന്തോഷം തരുന്നതും ഒക്കെ ആണെങ്കിലും അതിന് വലിയ എഫേർട്ട് ഉണ്ട്. ഓരോ കലാരൂപത്തിന് പിന്നിലും ഇത് സെറ്റ് ചെയ്യാൻ അധികം സമയം എടുക്കുന്നില്ല എന്ന് പറയുമ്പോഴും അത്ര പെട്ടെന്ന് സെറ്റ് ചെയ്തെടുത്താൽ അതിന്റെ സങ്കീർണത കാണുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല. പിന്നെ 75 കിലോളം ഒരെണ്ണത്തിന് വെയിറ്റ് ഉണ്ട്. ആ വെയിറ്റ് താങ്ങി വേണം ഇവർ ഈ 3 മണിക്കൂർ നിൽക്കാൻ എന്നുള്ളതാണ് മറ്റൊരു ഇതിനകത്ത് നമുക്ക് മനസ്സിലാവുന്ന ഒരു ബുദ്ധിമുട്ടായി തോന്നുന്നത്. രണ്ടുപേര് ഹാൻഡ് ഓവർ ചെയ്യാറുണ്ടെങ്കിൽ പോലും ഇത്രയും വലിയ സമയം ഇവര് ഇത് ചുമന്നുകൊണ്ട് നിൽക്കുക എന്ന് പറയുന്നത് ഒരു വലിയ എഫേർട്ട് തന്നെയാണ്. മാത്രമല്ല ഇതൊരു പ്രധാനപ്പെട്ട ഇനമാണ്. ആര് പറഞ്ഞതുപോലെ ഘോഷാത്രയുടെ നിറപ്പകട്ട് സൂചിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഇനമാണ് ഇതുള്ളത്. മറ്റൊരു ഐറ്റം കൂടി എനിക്ക് പിന്നിലായിട്ട് തയ്യാറെടുക്കുന്നത് ഫെസ്റ്റിവൽ ഡാൻസ് ആണ്. ഇത് കൂടുതലും നമ്മുടെ ഹൊറർ ക്യാരക്ടേഴ്സിന്റെ ഫേസ് വെച്ചിട്ടാണ് അത് അവിടെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. ചേട്ടാ, ഇത് ഒരുക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ അല്ലേ? ഇതെന്താണ് ഇതിന്റെ പിന്നിലുള്ളത് ചേട്ടാ? ഒന്നുമില്ല, നമ്മളൊരു ഡമ്മിയായിട്ട് ഇത് കാണിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഒരു റോഡ് ഷൈഡ് ഹൊററിന്റെ ഒരു സംഭവമായിട്ട് കാണിക്കുന്നത് മാത്രമേ ഉള്ളൂ. വേറെ ഒന്നുമില്ല ഇതിനകത്ത്. ഹൊറർ ക്യാരക്ടേഴ്സ് തന്നെയാണ്. അത്രേ ഉള്ളൂ. നടന്നു പോകുന്ന ഒരു സംഭവമാണത്. സെറ്റ് ചെയ്യാൻ താമസമുള്ളതുകൊണ്ട് ഇച്ചിരി താമസിച്ച് ബ്ലോക്ക് കിട്ടിയതുകൊണ്ട് താമസിച്ചാണ് വന്നത്. ചേർത്തിലെന്ന് വന്നത് നമ്മൾ. അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഒരു 10 മിനിറ്റുള്ളിൽ നമ്മളെല്ലാം റെഡിയാകും. റെഡിയാക്കാൻ പറ്റും. ഒരു 10 മിനിറ്റുള്ളിലേക്ക് ആവും. നമുക്ക് കണ്ടോ എന്റെ പിന്നിൽ അങ്ങനെ വിവിധ, അതായത് നമ്മള് ഞാനും ആരെയൊന്നും കേട്ടിട്ട് പോലും ഉണ്ടാവില്ല ഇങ്ങനത്തെ ക്യാരക്ടേഴ്സ് ഒക്കെ കണ്ടോ. ഇത് ഹൊറർ തീമാണ്. അതിന്റെ പിന്നില് അതായത് ബാക്കിൽ ആ ഫെസ്റ്റീവ് ഡാൻസിന്റെ, അതായത് ഇതിങ്ങനെ ഡാൻസ് ചെയ്യിച്ചുകൊണ്ട് ഒരാൾ എടുത്തോണ്ട് പോയിട്ട് ഡാൻസ് ചെയ്യിച്ചുകൊണ്ട് വരുന്ന ഒരു അവസ്ഥയാണുള്ളത്. എന്തായാലും ഈ ഡാൻസ് ഐറ്റം, അതല്ലേ ഫെസ്റ്റീവ് ഡാൻസ് ഐറ്റം എന്ന് പറയുന്നതും ഇതിന്റെ ഭാഗമായിട്ടുണ്ട്, അത്തസമയത്തിന്റെ ഭാഗമായിട്ടുണ്ട്. എന്തായാലും വിവിധ കലാരൂപങ്ങൾ നമുക്ക് പിന്നിലായിട്ട് ഇങ്ങനെ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഒരുക്കത്തിലാണ് ഇതും ഈ പറഞ്ഞതുപോലെ മറ്റൊരു കളർഫുൾ ആയിട്ടുള്ള ഐറ്റമാണ്. എന്തായാലും ഓണം വൈബിലേക്ക്, ഓണം മൂഡിലേക്ക് കടന്നിരിക്കുകയാണ് പൂർണ്ണമായിട്ടും മലയാളി എന്ന് വേണം പറയാൻ. എന്തായാലും എല്ലാവരും ഇപ്പോൾ അത്തസമയം കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കും. ലോകമെമ്പാടുമുള്ള മലയാളികൾ അത്തസമയത്തിന്റെ മുന്നിലായിരിക്കാം. യൂട്യൂബിലായിക്കോട്ടെ, ടെലിവിഷന് മുന്നിലായിക്കോട്ടെ, എന്തായാലും അത്തസമയം ഒരുക്കത്തിന്റെയും അതിന്റെ നിറപ്പകട്ടിന്റെയും ഒക്കെ കാഴ്ചകൾ ആസ്വദിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിൽ തന്നെ, അല്ലെ തയ്യാറെടുപ്പിൽ തന്നെയാണ് മലയാളി എന്ന് വേണം മനസ്സിലാക്കാൻ. ആര്യ, തീർച്ചയായും ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതൊക്കെ കാണുന്നത് തന്നെയാണല്ലോ വലിയൊരു സന്തോഷം എന്ന് പറയുന്നത്. അപ്പോൾ സന്തോഷമുള്ള വാർത്തകൾ, അത്തസമയത്തിൻ്റെ ഈ ദൃശ്യങ്ങൾ തന്നെയായിരിക്കും പ്രേക്ഷകർ ഒരുപക്ഷെ കൂടുതലായി കാണാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ രാവിലെയിൽ നമ്മുടെ ഈ അത്തസമയ ആഘോഷങ്ങൾ മാത്രം ഉൾപ്പെടുത്തിയ ഒരു സ്പെഷ്യൽ ഷോ ആയിട്ട് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിച്ചത്. അതെ, നവമി നമുക്കൊപ്പം വീണ്ടും ചേരുന്നുണ്ട്. നവമി, അവിടെ ഈ ഒരുക്കങ്ങളെല്ലാം അതിൻ്റെ ഏറ്റവും അവസാന മിനിറ്റിലേക്ക് എത്തിയിരിക്കുകയാണല്ലോ. എല്ലാവരും, എനിക്ക് തോന്നുന്നു കലാകാരന്മാരെല്ലാം റെഡിയായി കഴിഞ്ഞു. ഇനി ആ ഔദ്യോഗികമായ ആ ഒരു തുടക്കത്തിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പാണ്, നഗരവീഥിയിലേക്ക് ഇറങ്ങാൻ, അല്ലേ? നവമിയുടെ ഓഡിയോയിൽ ഒരു ചെറിയ സാങ്കേതിക തടസ്സം കാണുന്നുണ്ട്. നവമി പറയുന്നത് ഇവിടേക്ക് എത്തുന്നില്ല. നവമി, അതൊന്ന് ശരിയാക്കൂ, ഞാൻ മടങ്ങി എത്താം. എന്തായാലും അവിടെ ഒരുക്കം ഇങ്ങനെ അതിൻ്റെ അവസാന മിനിറ്റിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. പുലിക്കളികൾക്കൊക്കെ ഇത്തരത്തിൽ ശരീരം മുഴുവൻ പെയിന്റ് അടിക്കുന്ന ജോലികളൊക്കെ ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. നേരത്തെ നമ്മൾ പ്രേക്ഷകരെ കാണിച്ചതാണ് ക്രോക്സ് ഇടുന്ന പുലി. അപ്പോൾ ആ പുലികളിയുടെ ഭാഗമായി ക്രോക്സ് കൂടി എത്തുമ്പോൾ ക്രോക്സിനെ അതേപോലെ തന്നെ വർണ്ണാഭമായി അലങ്കരിച്ച് വെച്ചിട്ടുണ്ട്. നവമി, തുടരാം. ആര്യ, അങ്ങനെ അവസാനവട്ട ഒരുക്കത്തിലാണ്. ഇനി 1 മണിക്കൂർ കൂടി കാത്തിരുന്നാൽ മതി. തൃപ്പൂണിത്തറയുടെ നഗരവീഥികളിൽ ഈ കലാരൂപങ്ങളെല്ലാം തന്നെ അണിനിരക്കും. അത് കാണുന്നതിന് വേണ്ടി ആയിരങ്ങളാണ് ഇങ്ങോട്ടേക്ക് ഒഴുകി എത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മളുടെ ഹലോ, ഇത് ഏതായിരുന്നു? ബാൻഡ് വേണം. നിങ്ങൾ എവിടെ നിന്നാ വരുന്നത്? മൂവാറ്റുപുഴ. എല്ലാ വർഷവും ഇവിടെ വരാറുണ്ട്? എത്ര പേരുണ്ട് നിങ്ങൾ? 30 പേരുണ്ട്. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വായിച്ച് കേൾപ്പിക്കാൻ ആൾക്കാർ വന്നിട്ടില്ല. ഓക്കെ, തുടങ്ങും. ബാൻഡ് മേളത്തിന്റെ ആൾക്കാരാണ്. അവരുടെ ബാൻഡിന്റെ എല്ലാ സാധനങ്ങളും, ഇതിന്റെ പേരൊന്നും എനിക്കറിയില്ല, സാധനങ്ങളെല്ലാം തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനുള്ളിൽ അതിൻ്റെ ആൾക്കാർ വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രേക്ഷകർക്ക് വേണ്ടി ആ ബാൻഡ് മേളം ഒന്ന് വായിപ്പിക്കാം. ഇത് നമ്മുടെ ഇതിപ്പോൾ ഏതാ കലാരൂപം?
ഗരുഡൻ തൂക്കം. നിങ്ങൾ എപ്പോ തുടങ്ങി? കുറച്ച് നേരമായി. 9 മണിയാകുമ്പോ റെഡിയാവോ? റെഡിയാവും. നിങ്ങൾ എല്ലാ വർഷവും ഇവിടെ വരാറുണ്ടോ? വരാറുണ്ട്. ഹലോ എല്ലാ വർഷവും വരാറുണ്ട്. ആദ്യമായിട്ടാണ്. ഇത് കുറച്ച് കഷ്ടപ്പാടാണോ ഇതൊക്കെ വരച്ചെടുക്കാൻ? ശീലാണല്ലേ? എല്ലാരും ഇവിടെ തന്നെയാണോ? അടുത്ത് തന്നെ ഉള്ളവരാണ്. എന്തായാലും ഒരുക്കത്തിന്റെ തിരക്കിലാണ്. നമുക്ക് അവരെ അധികം ശല്യം ചെയ്യേണ്ടെന്ന് തോന്നുന്നു. ഗരുഡൻ തൂക്കിന്റെ ആളുകളാണ്. അങ്ങനെ ആര്യ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ അധികം കാണാത്ത അല്ലെങ്കിൽ നമ്മൾ മറന്നു പോയിട്ടുള്ള പല കലാരൂപങ്ങളും ഇന്ന് ഈ തൃപ്പൂണിത്തുറ അത്തച്ചമയത്തിൻ്റെ ഭാഗമായി ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. അത് കാണുമ്പോൾ തന്നെ പല ഓർമ്മകളാണ്. നമ്മൾ പഠിച്ച് മറന്നു പോയിട്ടുള്ള പല കാര്യങ്ങളും പല കലാരൂപങ്ങളും ഇവിടേക്ക് അണിനിരക്കുന്നുണ്ട്. ഒപ്പം ബാൻഡുമേള ആയിക്കോട്ടെ, കാവടി, അങ്ങനെ ഓരോ പലതരം പുലികളിയൊക്കെ നമ്മൾ എല്ലാ വർഷവും കാണാറുണ്ട്. ഇത്തവണത്തെ പ്രത്യേകത അവരുടെ ചെരുപ്പാണ്. പാദകവും ഒപ്പം തന്നെ ഈ ഗ്ലൗസും ഇട്ട് പുലിക്കളി ഇറങ്ങും എന്നുള്ളതാണ് ഇത്തവണത്തെ പ്രത്യേകത. അങ്ങനെ എല്ലാ ആഘോഷങ്ങളും എല്ലാ ആളുകളും ഒക്കെ അതിൻ്റെ അവസാനവട്ട ഒരുക്കത്തിലാണ്. 9 മണിയോടുകൂടിയായിരിക്കും ഇത് ഔദ്യോഗികമായിട്ടുള്ള ഉദ്ഘാടനം മന്ത്രി MP രാജേഷ് നിർവഹിക്കുക. അതിനുശേഷം നടൻ ജയറാമാണ് ഫ്ലാഗ് ഓഫ് ചെയ്യുന്നത്. കഴിഞ്ഞ പ്രാവശ്യം നടൻ മമ്മൂട്ടിയായിരുന്നു ഇതിൻ്റെ കലാരൂപങ്ങൾ ഈ ഒരു ഘോഷയാത്ര ഫ്ലാഗ് ഓഫ് ചെയ്തത്. അങ്ങനെ ഓരോ ഈ സ്റ്റേജിൻ്റെ ഈ സ്കൂളിൻ്റെ ഓരോ ഭാഗത്തും ഓരോ കലാരൂപങ്ങൾ അവരുടെ അവസാന ഒരുക്കങ്ങളിലേക്ക് കടന്നു കഴിഞ്ഞു. ഇതിനെ നമ്മളിപ്പോൾ ദൃശ്യങ്ങൾ കാണുന്ന നേരത്തെ ആജ്ഞ വിശദീകരിച്ചു കഴിഞ്ഞതാണ്. ഇതിന് നിരവധി കലാരൂപങ്ങൾ, അതുമാത്രമല്ല ആളുകളും ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇത് കാണുന്നതിന് വേണ്ടി. നേരത്തെ നമ്മളൊരു കുറച്ച് പ്രായമായ ആളുകളെ കണ്ടു, കുട്ടികളെ കണ്ടു. ഇവരെല്ലാവരും എല്ലാ വർഷവും ഇവിടെ എത്തുന്നവരാണ്. TV-യിൽ കണ്ട് മാത്രം പരിചയമുള്ള അല്ലെങ്കിൽ TV-യിൽ കാണുന്നതിനെക്കാട്ടും ഒക്കെ ഭംഗി നേരിട്ട് കാണാനുണ്ട് എന്നതുകൊണ്ട് മാത്രം രാവിലെ തന്നെ പുലർച്ചെ വീടുകളിൽ നിന്നും ഇറങ്ങിയവരുണ്ട്. ഇതെല്ലാം കാണുമ്പോൾ വലിയ ഭംഗിയായിട്ട് തന്നെ നമുക്ക് തോന്നാറുമുണ്ട്. ഗ്രൗണ്ടിന്റെ അവിടേക്ക് ആളുകളൊക്കെ എത്തി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഇനി തുടക്കമാകാൻ നവമിയും ആജ്ഞയുമാണ് നമുക്കൊപ്പം തൃപ്പൂണിത്തുറയിലെ അത്തച്ചമയ ഘോഷയാത്രയുടെ ഒരുക്കങ്ങൾ നടക്കുന്ന സ്ഥലത്ത് നിന്ന് അവിടുത്തെ എല്ലാവിധ ഒരുക്കങ്ങളും ആഘോഷത്തിന് തുടക്കവും ഒക്കെ കൃത്യമായി ആ ദൃശ്യങ്ങളോടുകൂടി നമ്മളിലേക്ക് എത്തിച്ചത്. എന്തായാലും വളരെ വർണ്ണാഭമായ ഒരു ഘോഷയാത്രയ്ക്ക് അവിടെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിരിക്കുകയാണ്. ഇനി 9 മണിയോടുകൂടി മന്ത്രി MP രാജേഷ് ഔദ്യോഗികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നു. നടൻ ജയറാമ ഈ ഘോഷയാത്ര, വർണ്ണശബളമായ ഘോഷയാത്ര ഫ്ലാഗ് ഓഫ് ചെയ്യുന്നു. പിന്നെ കൊച്ചിയുടെ നഗരവീഥിയിലൂടെ ഈ ഘോഷയാത്ര ജനങ്ങൾക്കിടയിലേക്ക് എത്തുകയാണ്. ഒരുപാട് ആളുകൾ കേരളത്തിൻ്റെ ഏറ്റവും തനിമയാർന്ന സാംസ്കാരിക പൈതൃകം വിളിച്ചോതുന്ന ഈ ഘോഷയാത്ര കാണുവാൻ വേണ്ടി അവിടേക്ക് എത്തിയിട്ടുണ്ട്. പ്രത്യേകമായ നിയന്ത്രണം അതിനുവേണ്ടി ഒരുക്കിയിട്ടുണ്ട്, സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ 9 മണിക്കാണ് ഔദ്യോഗിക തുടക്കം. അപ്പോൾ നമുക്ക് 9 മണി വാർത്തകളിൽ വിശദമായി വീണ്ടും തൃപ്പൂണിത്തുറയിലെ അത്തച്ചമയ ഘോഷയാത്രയുമായി ബന്ധപ്പെട്ട കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ കാണാം. അപ്പോൾ നവമി മാധ്യയുമാണ് നമുക്കൊപ്പം ഈ തത്സമയ വിവരങ്ങളുമായി ചേർന്നത്. അവർ 9 മണിക്കും പ്രേക്ഷകർക്കൊപ്പം വീണ്ടും തുടരും. അപ്പോൾ രാവിലെയുടെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. ഇനി നമുക്ക് കുറ്റകൃത്യങ്ങളുടെ ലോകത്തെ മറ്റു ചില പ്രധാനപ്പെട്ട വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം കാണാം. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. നമസ്കാരം.